പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ 21 ലേഖനങ്ങളിൽ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു ലേഖനമാണ് നമുക്കറിയാം എഫേസ്യ ലേഖനം. ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഈ മഹത്വമേറിയ ഈ ലേഖനം വേദ പഠിതാക്കളിൽ ചിലര് ഇതിന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം, അത് സൺഡേ സ്കൂൾ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒട്ടുമിക്ക വിശ്വാസികൾക്കും അറിയാം. ഈ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം ലേഖനങ്ങളുടെ റാണിയാണെന്ന്. ഈ എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണിയാകാൻ കാരണം ധന്യനായ പൗലോസിന്റെ ഈടുറ്റ ആഴമേറിയ 2 പ്രാർത്ഥന ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യവും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യശകലങ്ങളിൽ ആ ശ്രദ്ധേയമേറിയ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെ ഈ സകല വിശുദ്ധന്മാരെ കുറിച്ചുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വളരെ ആഴമേറിയ പ്രാർത്ഥന. ഇതുപോലൊരു പ്രാർത്ഥനയാണ് 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വേദഭാഗത്തിൽ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഇതാണ് 2ാമത്തെ പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനകൾ ദൈവമക്കൾ പഠിക്കുമ്പോൾ ഭൗതികമായ, മെറ്റീരിയലായ, ലൗകികമായ, ദൃശ്യമായ അല്ലെങ്കിൽ ഭൗമികമായ ഒരു വിഷയത്തിനും പൗലോസ് പ്രാർത്ഥിക്കുന്നതെല്ലാം ആത്മീക വിഷയങ്ങൾ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്, അവൻ ആത്മമണ്ഡലങ്ങളെ സംബന്ധിച്ച് ആത്മീക വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഇത് കൺവെൻഷൻ ആയതുകൊണ്ട് ആ നിലയിൽ പോകുന്നില്ല, വേറെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഈ ലേഖനങ്ങളുടെ റാണിയാകാൻ 2 കാരണങ്ങളാണ്. അതിലൊന്ന് പൗലോസിന്റെ ഈടുറ്റ ആഴമേറിയ ശ്രേഷ്ഠമേറിയ പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. നിങ്ങളെ കസേര 2-3 വാളണ്ടിയേഴ്സൂടെ വന്ന് മുന്നിൽ 3-4 കസേര കിടപ്പുണ്ട്, അതങ്ങ് എടുക്കുകയാണെങ്കിൽ എടുത്ത് പുറകോട്ട് എടുക്കുകയാണെങ്കിൽ അല്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വന്നാൽ എനിക്കത് പ്രസംഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ആരിൽ 2 പേര് വന്നപ്പോൾ ഞാനൊരു പാട്ടുകൂടെ പാടാം. അപ്പം പിന്നെ ആ കാര്യം അങ്ങ് അടക്കുകയും ചെയ്യും, പാട്ട് നടക്കും. ചിത്തം കല്ലങ്ങിടല്ലോ പോയി വരും ഞാൻ, ചിത്തം കല്ലങ്ങിടല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിക്കും സന്തതവും, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ.
പിതാവിൻ ഗൃഹേ ഇമ്പമേലും പല എൻ പിതാവിൻ ഗൃഹേ ഇമ്പമേലും പല സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടരിനാൽ സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടരിനാൽ ചിത്തം കലങ്ങിടല്ല പോയി വരുന്ന നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ പോയി വരും ഞാൻ പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ലേഖനങ്ങളുടെ റാണിയാകാൻ രണ്ട് കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പൗലോസിന്റെ ഈടുറ്റ പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. ഓർപ്പിച്ചല്ലോ, ലൗകികമായ ഭൗമികമായ ഒരു വിഷയത്തിനും പ്രാർത്ഥിക്കുന്നില്ല. അത് വേണ്ടെന്നല്ല, അതല്ല മെയിൻ വിഷയം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഉള്ളിലെ ആത്മാവിനെ സംബന്ധിച്ച്, ആത്മമണ്ഡലങ്ങളെ സംബന്ധിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്ക് കയറി ദൈവമക്കളോടൊരു കാര്യം പറയാം. നീ ആത്മീക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പ്രവർത്തിച്ചാൽ, യത്നിച്ചാൽ, അത് മാത്രം ഉന്നം വെച്ച് പോയാൽ ദൈവസന്നിധിയിൽ ആത്മീക വിഷയത്തിൽ വളർച്ചയും പ്രാപിക്കാം. നിനക്ക് ആവശ്യമാകുന്ന ഭൗതിക നന്മ നിന്റെ പുറകെ വന്നോളൂ. എന്നാൽ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മാർഗത്തിൽ വരികയും പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥിക്കുകയും ഉന്നം വെക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടുകയില്ല. നീ അവസാനം പരുവക്കേടാകും. അങ്ങനെ പരുവക്കേടായ അനേക ആൾക്കാര് പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്, അടുത്ത ഏരിയയിലൊക്കെ ഉണ്ട്. ഇപ്പൊ ചിലരെ കാണാനുമില്ല. ദൈവത്തിന് മഹത്വം. ആത്മീക വിഷയങ്ങൾക്കായിരിക്കണം പ്രഥമ സ്ഥാനം. അതെ, അതങ്ങനെ അങ്ങ് വിടുന്നു. രണ്ടാമത്തെ വിഷയം, ഈ ലേഖനങ്ങളുടെ റാണിയാകാനുള്ള വേറൊരു കാരണം നമുക്കറിയാം. ഈ ലേഖനത്തിൽ 6 അധ്യായങ്ങളാണ്. ഞാൻ മിക്കപ്പോഴും ചിന്തിക്കുന്നതാ, നിങ്ങൾക്കും അറിയാം. 6 അധ്യായത്തിൽ വേഗത്തിൽ പഠിപ്പാനായിട്ട് പൗലോസ് അവിടെ ഓരോ കാര്യങ്ങൾ ഓരോ അധ്യായത്തിൽ വളരെ എഴുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായം 4-ാം വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു മുഖാന്തിരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ, പിശാചിന്റെ പിടിയിൽ, നാശകന്റെ കയ്യിൽ പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം പണ്ടത്തെ കാലമെന്ന. പല പദങ്ങളുണ്ട്. പണ്ടത്തെ കാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം, മുൻപ്, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. എന്താ ഈ രക്ഷിക്കപ്പെടുക? അതൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് അവർ സവിസ്തരം നന്നായിട്ട്, അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് പറയാൻ അവരാമെടുക്കരുത്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടുകയില്ല. തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടോ തീർത്ഥാടനങ്ങൾ നടത്തിയത് കൊണ്ടോ ഭൗതിക വസ്തുക്കൾ കാഴ്ചവെച്ചത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. എന്തെങ്കിലും സാധനങ്ങൾ ചുമ്മിയാലൊന്നും രക്ഷിക്കപ്പെടുകയില്ല. ഉരുണ്ടത് കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല.
മുട്ടയിലെടിഞ്ഞാലും നീ രക്ഷിക്കപ്പെടുകയല്ല. ചെരുപ്പിടാതെ പൊത്തമ്പുറം വരെ പോയി നോർത്തൊന്നും രക്ഷിക്കപ്പെടുകയല്ല. ഇങ്ങോട്ട് പോകുന്ന എന്തിനാന്ന് മനസ്സിലായി കാണും. സ്തോത്രം. അവിടെ ചെന്നച്ച കുളത്തിൽ ചാടി കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയല്ല. കുളം മനസ്സിലായി കാണും. കിഴക്കോട്ട് നടന്നാലൊന്നും രക്ഷിക്കപ്പെടുകയല്ല. കൊല്ലം സൈഡിലോട്ട് പോയാലും രക്ഷിക്കപ്പെടുകയല്ല. മനസ്സിലായി കാണും. നീ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടുകയല്ല. വീട്ടുപേരെന്തുവാ? കുരിശുമൂട്ടിൽ കിടക്കുകയുള്ളൂ. നീ മേളിൽ പോണം. വീട്ടുപേരെന്താ? പാടത്ത് മാപ്പിള. പാടത്ത് തന്നെ ആണല്ലോ. ഈ ഏരിയയിൽ വരുമ്പോ ആ രീതിയിലാ. കുടുംബം മോശമാണെന്നല്ല, കുടുംബം നല്ലതായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുടുംബ മഹിമ കൊണ്ടൊന്നും പോകുകയല്ല. നീ രക്ഷിക്കപ്പെടണം. അച്ഛനോ ചമ്മാച്ചനോ കപ്പിയാരോ മെത്രാനോ തിരുമേനിയോ പാമ്പാടി തിരുമേനി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ, അത് ഞാൻ ഉഴപ്പുന്നില്ല. പക്ഷെ സ്വർഗത്തിൽ പോകണം. തിരുമേനി പോവോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. അത് കഴിഞ്ഞാൽ നിന്റെ കാര്യവും. എന്റെ അപ്പൻ സെൻട്രൽ പാസ്റ്റർ, പുള്ളിയുടെ കാര്യം പരിവക്കേടില്ല. പിന്നെ നിന്റെ കാര്യം. സഭയുടെ ഓവർസിയറാ, അത് ആകെ പരിവക്കേടായി കിടക്കുക. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഓവർസിയർ ആയതുകൊണ്ടോ സൂപ്രണ്ട് ആയതുകൊണ്ടോ പ്രസിഡന്റ് ആയതുകൊണ്ടോ? സ്തോത്രം. പാമ്പാടിയിൽ ഞങ്ങളുടെ കൺവെൻഷൻ ആയിരുന്നു കേമപ്പെട്ട കൺവെൻഷൻ. അത് നല്ലതാ. പക്ഷെ നീ സ്വർഗത്തിൽ പോകണം. ക്രൈസ്തവ പാരമ്പര്യമുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. പള്ളി വെച്ച് കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. കുരിശും തൊട്ടിക്ക് സ്ഥലം കൊടുത്താലും സ്വർഗത്തിൽ പോകുകയല്ല. പെന്തിക്കോസ് ഹോള് പണിയാൻ 5.5 സെന്റ് ഒത്തിരി കൊടുക്കത്തുമില്ലല്ലോ. 2 ഏക്കറുള്ളവനും കൊടുക്കുന്നത് 5.5 സെന്റ്. എന്നായിവനെ മുടിയാനായിട്ട് ഒരു 20 സെന്റ് അങ്ങ് കൊടുക്കണ്ടേ? നിങ്ങൾ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. 2 ഏക്കറുള്ളവൻ ഒരു 20 സെന്റ് അങ്ങ് കൊടുക്ക. ദശാംശമല്ലേ ആയുള്ളൂ. 5.5 സെന്റ് കൊടുത്ത ചാവനാ പിന്നെ സഭ നിയന്ത്രിക്കുന്നത്. പാസ്റ്റർ ഇരുത്തുന്നതും മാറ്റുന്നതെല്ലാം 5.5-കാരനാ. 5.5 എല്ലാം പരിവക്കേടി കിടക്കുക. അത് ഞാൻ പിന്നെ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. നാഗൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിന് നല്ല കാര്യം. പക്ഷെ നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സൈമൺ സാർ കിടന്ന കട്ടില, അത് തല്ലിക്കീറുകൊന്നും വേണ്ട. പക്ഷെ നീ സ്വർഗത്തിൽ പോണേ കട്ടിൽ കാണിച്ചാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. മനസ്സിലാകുന്നുണ്ടായിരിക്കും. മനസ്സിലായിട്ട് മിണ്ടായിരിക്കുകയാണോ അതോ മനസ്സിലാകാതെ മിണ്ടാതിരിക്കുകയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ ഒതുക്കാൻ നോക്കുകയാണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യതയിൽ എത്തണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. യാരോനിലെ റോസനീ, യാരോനിലെ റോസനീ, എനിക്കാരോമൽ ചെയ്തൻ നീ. യാരോനിലെ റോസനീ, എനിക്കാരോമൽ സ്നേഹിതൻ നീ. എന്മേൽ വിരിച്ച നിൻ സ്നേഹക്കൊടിക്കീഴിൽ എന്നോമൻ വിശ്രമമേ. സ്നേഹക്കൊടിക്കീഴിൽ എന്നുമൻ വിശ്രമമേ. സുന്ദരക്ഷകനേ, സുന്ദരക്ഷകനേ, എനിക്കാനന്ദ കാരണനേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനേ. വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനേ. വന്ദനം വന്ദനമേ. സുന്ദരക്ഷകനേ, സുന്ദരക്ഷകനേ,
വല്ലഭനേ വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്നിത വല്ലഭനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ എന്നിക്കാനം പകരുന്നതേ സുന്ദര രക്ഷകനേ എനിക്കാനം പകരുന്നതേ ഇന്നലെയും എന്നുമനന്യനെ വന്ദനം വന്ദനമേ ഇന്നലെയും ഇന്നും എന്നുമനന്യനെ വന്ദനം വന്ദനമേ സുന്ദര രക്ഷകനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ, ഏകരക്ഷിതാവ്. അപ്പൊ നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് ക്രിസ്തുവേശു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ മുൻകാല ജീവിതം അത്ര നല്ലൊരു ജീവിതമല്ലായിരുന്നു. സ്തോത്രം. പണ്ടുള്ള ജീവിതം, അതിനെപ്പറ്റി ഒരു ചെറിയ പരാമർശം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ 8, 9, 10, 11 വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഗലാത്യ ലേഖനം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമ. എന്നാൽ അന്ന് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങൾ നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, ഈ രക്ഷ ആമേൻ പ്രാപിക്കുന്നതിന് മുമ്പ്, ആമേൻ കൃപയിൽ വരുന്നതിന് മുമ്പ്, അത് അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. ഏതാ സത്യദൈവം, ഏതാ നിത്യദൈവം? അത് യേശു ക്രിസ്തുവാ. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം കർത്താവാകുന്ന യേശു ക്രിസ്തു. ഒരു തർക്കവും വേണ്ട. സ്തോത്രം. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് ശടിക്കുന്ന ആൾക്കാരുണ്ട്, സാക്ഷിക്കാരാ. യേശു ക്രിസ്തു ഏക ദൈവമാണ്, മഹാദൈവമാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചനക്കുന്ന് കയറി ആ കർത്താവിന്റെ ആ തിരുപ്പറവയെ ദർശിച്ച് പ്രവചന സൂക്തങ്ങൾ അറിയിച്ച കൂട്ടത്തിൽ ആമൻ നിത്യ ദൈവമെന്നാണ് കൊടുത്തിരിക്കുന്നത്. നിത്യപിതാവ്. സ്തോത്രം. അപ്പോൾ ആ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, അതാ പണ്ട്, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഈ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ധാരാളം ആൾക്കാരുടെ അടുക്കൽ നിങ്ങൾ പലരും, ഞാനും കണ്ടുപോയതാ. ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പോകുന്നവരുണ്ട്. ഓരോരുത്തർ അങ്ങ് പരിവേഷം കൊടുത്ത് ദൈവം ആക്കുക. അവരില്ലെങ്കിൽ ഇവർക്ക് ഒരു സന്തോഷവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. മാമേ ദൈവം വന്നിട്ടുണ്ട്, ആക്കെ പിന്നെ കാണല്ലേ, പാസ്റ്റർ വന്നോന്ന് പറ. പാസ്റ്റർക്ക് ദൈവം പരിവേഷം കൊടുക്കുക. ഒറ്റ പാസ്റ്റർമാർക്കും ഒറ്റ വിശ്വാസികൾക്കും ഒരു വ്യക്തിക്കും ദൈവിക പരിവേഷം കൊടുക്കരുത്. ദൈവം ഒരുവനേ ഉള്ളൂ. മഹത്വത്തിനും സ്തോത്രത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ ഒരുവൻ മാത്രം, നസറയനാകുന്ന യേശു ക്രിസ്തു. ഒറ്റ പാസ്റ്റർമാർക്കും പരിവേഷം കൊടുത്തേക്കരുത്. സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. നിങ്ങളെല്ലാം കൂടി എന്നെ ദൈവം ആക്കരുത്, വേറെ ആരെയും ആക്കരുത്. വിനോയ് പാസ്റ്റർ ആക്കത്തൊന്നുമില്ല. സ്തോത്രം. അല്ല, ആക്കത്തില്ല. പുള്ളി കോവിഡിന്റെ സമയത്ത് പുള്ളി ധൈര്യത്തോടെ കൺവെൻഷൻ നടത്തി. എന്നാൽ പുള്ളിയെ നമുക്ക് ഇതുപോലെ ധൈര്യമുള്ള ഒരാള്, തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കവർന്നെടുത്തവനെ ദൂതൻ ഒറ്റ അടിയടിച്ച് പുള്ളി അന്നേരം തന്നെ ക്രിമിക്കരയായെന്നാണ്ട് തല്ല് മേടിച്ച് നടക്കരുത് ബേബി. ദൈവം ഒരുവനേ ഉള്ളൂ. എന്നാൽ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത പലരുമുണ്ട്. ഇപ്പൊ ഈ ദൈവം കളിക്കുന്നവർക്കാ കാശ് കൂടുതൽ. ദൈവത്തിന്റെ അസിസ്റ്റന്റിനും കാശാ. അസിസ്റ്റന്റിനെ കണ്ടേച്ച് വേണം, അവർക്കും കാശാ. അവിടെ ആദ്യം കാണിക്ക് വെക്കണം, വെച്ച് കഴിഞ്ഞാൽ പിന്നെ
മെയിൻ ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നാളൊരു ദൈവത്തിന് ശ്വാസം മുട്ടലായി പിന്നെ ഐസിയുലിട്ട് ദൈവം ശ്വാസം കിട്ടാതെ. ഈ ഏരിയയിൽ ഉണ്ടായിരുന്നൊരു തള്ളയായിരുന്നു ദൈവം കളിച്ച് കിടന്നത്. അത് പിന്നെ പോട്ടെ, ആരാന്നൊന്നും ഇപ്പൊ പറയണ്ട, വെറുതെ അലോഗ്യം ഉണ്ടാക്കണ്ട. കോട്ടയം നിന്നുണ്ടായിരുന്ന തങ്കം ദൈവ, ദൈവം തങ്ക. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞല്ലേ, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ദൈവം തങ്ക വരാ ദൈവമായത്. സ്തോത്രം. സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം പരിവേഷം കൊടുത്ത് ദൈവമാക്കുക. ഇവരാരും സ്വഭാവത്താൽ ദൈവങ്ങളല്ല. അതാ ദൈവത്തിന് ശ്വാസം മുട്ടലുണ്ടാകുമോ? അതാ ഞാൻ പറഞ്ഞത്. അങ്ങനല്ലേ എഴുതിയത്? സ്വഭാവത്താൽ ദൈവങ്ങളല്ല. സ്വഭാവത്താൽ ദൈവങ്ങളല്ല. സ്വഭാവം വെച്ചാൽ ദൈവമല്ല. അതാ ദൈവത്തിന് ശ്വാസം മുട്ടല്. സ്തോത്രം. ദൈവത്തിന് വിക്സ് കൊടുക്കാൻ. ദൈവത്തിന് എന്താ വിക്സ്? ദൈവത്തെ കാവലേർപ്പെടുത്താൻ 2 പോലീസുകാരെ. അതെന്തിനാ ദൈവത്തിന് പോലീസ്? അതാ ഞാൻ പറഞ്ഞ സ്വഭാവത്താൽ ഇവരാരും ഈ പട്ടിയെ വരെ ദൈവമാക്കും. ആണ്ട് അത് ഓടിപ്പോന്ന്. നമുക്ക് ബോധമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലോ. എൻ്റെ ദൈവമെന്ന് പറഞ്ഞ പട്ടിക കാരണം ഈ സമയത്ത് കയറി വരും, പട്ടി വരികയല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. ചില ദൈവങ്ങളെ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ, സായിപ്പിനോട് സംസാരിക്കണമെങ്കിൽ പരിഭാഷയ്ക്ക് ആളിന് വേണം. ദൈവത്തിന് ഇതാരാ? അത് ദൈവം. ഇവിടെ നിൽക്കുന്ന ആരാ? അത് ദൈവം പറയുന്ന കാര്യം അങ്ങോട്ട് ഇംഗ്ലീഷിൽ വിവരമില്ലാത്ത ദൈവമാണോ? അവിടുന്ന് സർവജ്ഞാനിയാ, അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് സർവ്വവ്യാപിയാ, അവിടുന്ന് സർവത്തെ നിർമ്മിച്ചവനാ, അവിടുന്ന് സർവത്തെ ചമച്ചവനാ. അവിടുന്ന് മാത്രമാ ദൈവം. ഈ കാണുന്ന അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ, നക്ഷത്രങ്ങളെ, ഗാലക്സികള്, ചരാചരങ്ങളെ, ഭൂചര ഖേചര വസ്തുക്കള് ഉണ്ടാകട്ടെ എന്ന ഒറ്റവാക്കിനാൽ ഉളവാക്കിയ ഒരുവനേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള സർവജ്ഞനായ ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാദമൻ മോസസും സർവാഗമ പൊരുളാകുമി പരാശക്തിക്ക് ഏലന്മാരപ്രിയമാം നാമമോദിയതും മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകീം ശബ്ദായി കണ്ടോണായി വിലോപമെന്യേ യാഗ്വേ യഹോവയാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ മറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. കൂടെ വിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടത്തൻ നിജാജയനാത്മാവെന്ന് രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. മുൻപകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീതനേ മാനുഷർക്കെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം ചെയ്യമാം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവം അയൽപ്പൂ നീ ആത്മാനം
താഴോട്ട് ചൊല്ലി വരുമ്പോൾ കാശിന് കൊള്ളാതുള്ള കരത്തിൽ നാടിയെല്ലാം നാസറായൊരു ജിംജോനായിരമ്പലത്തിരക്കാശ് നീ തന്നെ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചേവമായി തീരുമെങ്കിൽ ഉത്തമാ നീ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ധ്യ നമസ്തേ ദേവദേവ നമസ്തേ നദജന പാലന പാരായണ മോശയുന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വേഷയം കഴുതയെ കൊണ്ട് നീ പറകിച്ചു ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ ഊടിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകമാഴവും ഗഗനറ്റ ആ ചുടറ്റ ഭാഗങ്ങളും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ വ്യാഖ്യാനിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതിന് ഇപ്പം സമയമില്ല, അതല്ലല്ലോ വിഷയം. സർവജ്ഞനായ ദൈവം ഈ കാണുന്ന സകല ചരാചരങ്ങളെ നിർമ്മിച്ച നിത്യനായ ശക്തനായ ഏകദൈവം, സത്യദൈവം, നിത്യദൈവം ക്രിസ്തു. ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചത് ക്രിസ്തുവാണെന്നാ തെളിയിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കെല്ലാം മനപാഠമാ. എന്നിരുന്നാലും ഒന്ന് വായിച്ച് മൈക്കിൽ കൂടെ വായിക്കുന്നത് കുറച്ചുകൂടെ ഉചിതമെന്ന് തോന്നുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വം ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ദൈവത്തെ മാത്രം ആരാധിക്കണം. കാരണം ഈ ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്ന്. കാരണം ഈ സകലത്തെ സൃഷ്ടിച്ചത് അവിടുന്ന്. അതുകൊണ്ട് ഏകദൈവം നിത്യദൈവം യേശു ക്രിസ്തു. അപ്പോൾ ഗലാത്യലേഖനം 4:8 വായിച്ചത്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. പണ്ട് നിങ്ങളെയൊക്കെ പലരെയൊക്കെ പല സ്ഥലത്തും കൊണ്ട് അടിമ വെച്ചതാ. അതൊന്ന് ഭാഗം അറിയാമല്ലോ, അടിമപ്പെട്ടു. അടുത്ത വാക്യം, എന്നാൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. ഇപ്പോൾ നാം ദൈവത്തെ അറിഞ്ഞു. സത്യദൈവത്തെ അറിയുവാൻ ഭാഗ്യമുണ്ടായി. യേശുക്രിസ്തുവിനെ അറിയുവാൻ, കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം നൽകി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അതാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കും. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാന് പെന്തിക്കോസുകാരോട് പറയാം, സഭക്കാരും നിന്നെ അറിയത്തില്ലെങ്കിൽ നിന്നെ ദൈവം അറിയുന്നുണ്ട്. പാസ്റ്റർമാര് ചിലപ്പോ എല്ലാരും ഒന്നും അറിയില്ല. കാശുള്ളവരെയും കനമുള്ളവരെയൊക്കെ കൂടുതൽ അറിയുള്ളൂ. കാശില്ലാത്ത കനവില്ലാത്തവരെ എല്ലാരും ഒന്നും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരികയല്ല. പക്ഷെ നീ നിരാശപ്പെടരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ കുടുംബക്കാരും ചാർച്ചക്കാരും ചിലപ്പോൾ പരിവക്കേടാന്നേ പലരും അറിയത്തില്ല. സ്വന്തം സഹോദരങ്ങൾ പോലും ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് വരാം. നിരാശപ്പെടരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഈ പാമ്പാടിക്കാരോടും കൂടെ ചേർത്ത് പറയുക, ഇനി ഇപ്പം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുക, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? പഴയ പരിപാടിക്കൊന്നും മിണ്ടുന്നില്ലല്ലോ ആരും. ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞതാ. ഇനി പഴയതിലോട്ടൊന്നും നിങ്ങൾ പോകരുത്. നിങ്ങൾ ദൈവമക്കളാ. യോഹന്നാന്റെ ലേഖനം പഠിപ്പിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കളാ. പത്രോസ് പറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാ. അങ്ങനെയുള്ള നിങ്ങൾ പഴയതിലോട്ട് ഇനിയും പോകരുത്. സ്തോത്രം. മനസ്സിലാകുന്നു? ഞാൻ ഇനിയും പറഞ്ഞത് പെന്തിക്കോസുകാരോടാ. തർക്കം ഉണ്ടാകുകയെന്ന് പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. പെന്തിക്കോസ് ഒന്നുകൂടെ തെളിച്ചങ്ങ് പറയാം. പെന്തിക്കോസുകാര് ഓണക്കളിക്കൊന്നും പോകരുത്. നീ അവിടെ വടം വലിക്കാനും തുമ്പി തൊള്ളാനും കൊട ഊതാനും കൂടാമുതടി എന്നും പറഞ്ഞ് നീ അവിടെ കിടന്ന് തുള്ളരുത്. നമുക്കിവിടെ തുള്ളാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുടവില്ലെന്നേ ഉള്ളൂ. വേണേ ഒരു കുടവും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോരും. പോകരുത്. പഴയതിനൊന്നും ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും നീ പോകണ്ട. സ്തോത്രം. മനസ്സിലാകുന്നില്ലായിരിക്കും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. മറ്റുള്ളവർക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞു തരാം, ഇവർക്കൊന്ന് കൊടുത്തേച്ച്. നിങ്ങളും പോകരുത്. സ്തോത്രം. നീ വേർപെട്ട ദൈവ പൈതല. കർക്കശമായ വേർപാട് പാലിക്കണം. ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്.
മരണവീട്ടിൽ പൊക്കോണം. അത് കഴിഞ്ഞുള്ള ചടങ്ങ് ഏതാ? അടിയന്തരം 40 കഴിഞ്ഞ് അപ്പച്ചൻ വരുന്നത്. അപ്പച്ചൻ 40-ന് മുന്നേ ഇവിടുന്ന് പോകാൻ ദൈവമേ എങ്ങനെയും എന്നെ ഇവിടുന്ന് അങ്ങ് എടുക്കണമെന്ന. കാരണം കഞ്ഞിയും വെള്ളവും കൊടുക്കാതെ ആശ്വാസഭവനിലൊക്കെ കടന്ന് പരുവക്കേടായി എല്ലാം തോലുമായി എങ്ങനെയും എന്നെ അങ്ങ് എടുക്കണമെന്ന് പറഞ്ഞ അപ്പനും അമ്മയും. പിന്നെ അപ്പനും അമ്മയാണ് 40 കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട് കറങ്ങിടക്കുന്നത്. അല്ലച്ചാ നിനക്ക് പട്ട എൻ്റെ കാശടിച്ച് മാറ്റാനാ മറ്റവർ അവിടെ നിന്ന് അപ്പച്ചനോട് ഉണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന്. അപ്പച്ചൻ ഏരിയയിലേ ഇല്ല. അപ്പച്ചൻ അന്ന് പോയതാ. ഗുണമുള്ള അപ്പച്ചനാന്ന് നേരെ മേലിലോട്ട്, ഗുണപ്പെടാത്ത അപ്പച്ചനാന്ന് നേരെ. മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞുള്ള മരണവീട്ടിൽ പോകണം, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. അത് കഴിഞ്ഞുള്ള ചടങ്ങുകളുണ്ടല്ലോ, ഏതാ അത് ഗുണമുള്ള കേസല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പറയുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, നിങ്ങൾ പോകാതിരുന്നാൽ മതി. അപ്പൊ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായി ആർക്കും പറയാൻ ഒക്കത്തില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ്. സ്തോത്രം. ഒരു സംഭവം പറയേണ്ടതായിപ്പം, പക്ഷെ എല്ലാവരും അത് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. സ്തോത്രം. സൈമൺ സാറ് അത്യാസന്റെ നിലയിൽ കിടന്നപ്പോൾ വേറെ സാറന്മാർ പുള്ളിയെ കാണാൻ ചെന്ന ചരിത്രമാണ്. അപ്പോൾ അവർ ചെന്നപ്പം ഇവർ വേറെ വിഷയങ്ങളായ പറക്കി. സാറിനൊടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന ഞാൻ കണ്ടിട്ടില്ല, ലഭിച്ച അറിവിന്റെ വെളിച്ചത്തിൽ സംസാരശേഷി ഒന്ന് പോയെന്ന. അതിന് പെന്തിക്കോസ് ചില ആൾക്കാർ പറഞ്ഞ മറുഭാഷയ്ക്കെതിരെ പുള്ളി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിധിക്കുന്നില്ല. കാരണം മറുഭാഷ പറഞ്ഞ പല ആൾക്കാരും ഒന്നും മിണ്ടാതാ പിന്നെ പോയത്. ഒന്നും മിണ്ടിയില്ല. പോകാൻ നേരത്തെ കണ്ണ് മറിയുന്ന കണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും കയറി വിധിക്കണ്ട, അതൊക്കെ തമ്പുരാൻ ചെയ്തോളൂ. ന്ന് മറുഭാഷ പറഞ്ഞ മറിയാമ്മ പിന്നെ അനാവശ്യം പറഞ്ഞാച്ചാ ഇവിടുന്ന് പോയത്. സ്റ്റേജിൽ നിന്ന് മറുഭാഷ പറഞ്ഞു സ്തുതിച്ചാട്ടെന്ന് പറഞ്ഞ അപ്പൻ അവസാനം തെറി പറഞ്ഞാച്ചാ ഇവിടുന്ന് പോയത്, കോട്ടയം സൈഡിൽ നിന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട, വിധിക്കുന്നത് ദൈവമാണ്. എന്തായാലും സാറിന്റെ സംസാരശേഷി ഒടുവിൽ നഷ്ടപ്പെട്ടെന്ന്. അപ്പൊ സാറിനെ കാണാൻ എസക്കേൽ സാറും ചെറിയാം സാറും ഷൗമേൽ സാറും ഒക്കെ ചെന്നെന്ന ഇത് പറഞ്ഞുള്ള അറിവാ. അപ്പോൾ അവരെ ഒന്നിച്ചിങ്ങനെ കൂടി സംസാരിച്ച് സാറിങ്ങനെ ആറന്മുള കുന്നംപുറത്ത് തറവാട്ടിൽ കട്ടിലേക്ക് കിടക്കുക, ഇവരെവിടെ ചെന്നെന്ന. അപ്പൊ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ദൈവം ഇവരെ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ അയവറയ്ക്ക് വന്ന കൂട്ടത്തിൽ ഷൗമേൽ സാറ് പറഞ്ഞത്, എന്നാലും ദൈവം നമ്മെ കണ്ട് അമ്മയുടെ ഉദരത്ത് വെച്ചേ കണ്ടല്ലോ. ഉടനെ മിണ്ടാൻ മേലാതെ സാറ് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നാ പറഞ്ഞത്. അതിലും മുന്നെയാണ് മിണ്ടാൻ മേലാത്തോണ്ടാ. അപ്പോൾ എം ഇ ചെറിയാച്ചൻ ഭക്തനായ ആ നല്ല മനുഷ്യൻ പെട്ടെന്ന് ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ ഷൗമേലെ തെറ്റി, അമ്മയുടെ ഉദരത്തിൽ വച്ചില്ല, നാം പിണ്ണാകാരമായപ്പോഴേ അവിടുന്ന് നമ്മളെ കണ്ടതാണ്. അപ്പോൾ സാർ അവിടെ കിടന്നുകൊണ്ട് പിന്നെയും കാണിച്ചു, അതിലും മുന്നെയാണ്. പുള്ളിക്ക് മിണ്ടാൻ മേലാത്തോണ്ടാ. അപ്പോൾ YSKL സാറ് കുറച്ചുകൂടെ ജ്ഞാനിയാണ്. അപ്പം അദ്ദേഹം ഇത് പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. അദ്ദേഹം ഉടനെ ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴുമല്ല, ഈ വാക്യം എടുത്തേച്ച് പറഞ്ഞു ലോകസ്ഥാപനത്തിന് മുന്നേ കണ്ടത്. ഉടനെ സാർ ഇവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്. അപ്പൊ എസക്കേൽ സാറ് 6-ാമട വേദപുസ്തകത്തിൽ ജ്ഞാനമുള്ളയാളാ. അദ്ദേഹം ഒന്നുകൂടെ ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ എനിക്കും തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുൻപല്ല. യെശയ്യാവിൽ നിന്ന് വാക്യം എടുത്തേച്ച് പറഞ്ഞു യുഗാരംഭത്തിലേ കണ്ടതാ. കാരണം അവിടെ വായിക്കുന്നത് നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ ദൈവമാണെന്ന, യുഗാരംഭത്തിലേ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു. ഉടനെ സൈമൺ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്. പുള്ളി അംഗീകരിക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുമ്പേ യുഗാരംഭത്തിലുമല്ല, അതിനു മുന്നേ കണ്ടെന്ന. അങ്ങനൊരു സംഭവം നടന്നെന്ന പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ്, അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്.
തിരിച്ച് ഇവര് പ്രാർത്ഥിച്ച് പിരിഞ്ഞ് തിരിച്ചു പോകുന്ന വേളയിൽ എം ഇ ചെറിയാച്ചന്റെ ഉള്ളിൽ ഈ വിഷയം മതിച്ചു. യുഗാരംഭത്തിന് മുമ്പേ ദൈവം കണ്ടല്ലോ. അദ്ദേഹം പോയ പോക്കിന് ഒരു പാട്ടെടുത്തിക്കുന്ന മധുരയുടെ മധുരഗായകനായിരുന്നു ചെറിയാച്ചായൻ. സൈമൺ സാറിന്റെ പാട്ട് എല്ലാവർക്കും പാടി പിടിപ്പിക്കാൻ ഒക്കത്തില്ല. എന്നാൽ എം ഇ ചെറിയാച്ചന്റെ പാട്ട് സാധാരണക്കാർക്കെല്ലാം പാടാം. ശ്യാമുവേൽ സാറിന്റെ ടി കെ ശൗമേൽ അദ്ദേഹത്തിന്റെ പാട്ട് സൂക്ഷിച്ച് പാടണം. അക്ഷരം ശ്രദ്ധിച്ച് പാടിയില്ലേ അതും പരുവക്കേടാകും. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ്. അപ്പൊ ഈ ചെറിയാച്ചൻ ഈ വിഷയം അകത്തിങ്ങനെ കടന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ പഴയ ആൾക്കാർ പറഞ്ഞ അന്ന് കൊല്ലം വഴി പോവുക. ബസ്സേ പോയപ്പോൾ കൊല്ലത്തെ ഒരു സർക്കസ് നടക്കുന്നു. അപ്പൊ സർക്കസ് കൂടാരത്തിൽ കോളാമ്പി വെച്ചൊരു പാട്ട്, ആ പാട്ടിന്റെ ട്യൂണ് പുള്ളി പിടിച്ചെടുത്തു. ഈ പാട്ടുകൾ മിക്കതും സ്വന്തമായിട്ട് ക്രൈസ്തവരിൽ ഒരു മിക്ക ആൾക്കാർ സ്വന്തമായിട്ട് ട്യൂൺ ഉണ്ടാക്കിയതിലെല്ലാം എന്ന മട്ട അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് എന്ന മട്ട് അല്ലെ എന്ന രീതി, അതാ മിക്ക പാട്ടുകളും അങ്ങനെ. യോടി സൈമൺ സാറിന്റെ പാട്ട് തന്നെ കടമെടുത്തുകൊണ്ട് എന്ന മട്ട്. ഈ ചൊല്ലു പറയുന്ന സാർ, എനിക്ക് സാറിനെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട് പലതും. എന്നാലും പുള്ളിയും പല ട്യൂണും കടമെടുത്തതാണ്. ഒത്തിരി ഒത്തിരി പാട്ടുകൾ. അഞ്ചാം രാജ്യം അതൊരു കടവാ. ഉന്നതമായ ഗിരിക്കുമേൽ നിന്നു വന്നിട്ടും കല്ലു പതാതിക ചെന്നു ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴു അഞ്ചാം രാജിതം ഉണ്ടാമേ. അതൊരു കടവാ. വേറൊരു പാട്ടിന്റെ കോപ്പിയാ. മുട്ടനിരിട്ടത്ത് തത്തിക്കറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകാലൊടിച്ചിൻ്റെ തെറ്റി താഴത്തു വീണച്ഛൻ്റെ അത്തിയൊടിയുമ്പോൾ കൊട്ട വെച്ചു വാരണം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ വന്ന്. അതിൻ്റെ മട്ട മിണ്ടുകാല. വേറൊരു പാട്ടൂടെ തെളിവുകളെൻ്റെ തെളിവ് തരികല്ലേ. വിവാഹ ശുശ്രൂഷയിൽ പഴയ അപ്പച്ചന്മാരൊക്കെ ഒരു പാടുന്ന പാട്ടുണ്ട് സൈമൺ സാറിന്റെ. ആദ്യന്തമില്ലാത്ത നിത്യന്റെ കാന്ത്യാ പ്രത്യോദനൻ പോൽ പ്രകാശിച്ചു നിൽക്കും സത്യോഗമാർന്നുള്ള ദിവ്യാനനങ്ങൾ ഇദ്ദമ്പതിക്കേക ശ്രീയേശുനാഥ. അത് വേറൊരു കടവാ. അത് എഴുത്തച്ഛന്റെ 24 വൃത്തത്തിന്റെ 5ാം ഭാഗമുണ്ട്. അതെല്ലാം എനിക്കറിയാം. ആ 5ാം ഭാഗത്തിന്റെ കോപ്പി അടിച്ചതാ. കല്യാണി രൂപീവനത്തിനു പോവാൻ വില്ലും ജനം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി നീ ദേവ ശ്രീരാമ രാമ. അതാ ഇപ്പം 2 എണ്ണം കിട്ടിയാൽ മതി. വേറെ ഇരിപ്പുണ്ട്. അത് ഞാൻ എല്ലാം കൂടെ പാമ്പാടിയിൽ ഇറക്കാൻ ഒക്കുകയല്ല, വേറെ സ്ഥലത്ത് ഇറക്കാം. എന്തായാലും കൊള്ളാം. നമ്മുടെ വിഷയത്തിൽ വരാം. മധുരകട്ട മധുരഗായകനാകുന്ന എം ഇ ചെറിയാച്ചൻ ഈ വിഷയം തന്റെ ഉള്ളിൽ ഇങ്ങനെ മതിച്ച് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ ബസ്സിനകത്തിരുന്നപ്പോൾ സർക്കസ് കൂടാരത്തിലെ പാട്ട്, ആ പാട്ടിന്റെ ട്യൂണിൽ അദ്ദേഹം ഒരു പാട്ടുടനെ എഴുതി ഈ വിഷയം വെച്ച്. ഏതാ? യുഗാരംഭത്തിന് മുൻപേ അവിടുന്ന് നമ്മളെ കണ്ടതാ. അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, പിണ്ണാകാരമായപ്പോഴുമല്ല. അതിനൊക്കെ വാക്യമുണ്ടെങ്കിലും ലോകസ്ഥാപനത്തിന് മുമ്പേ അല്ല, യുഗാരംഭത്തിലുമല്ല, യുഗങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ സർവജ്ഞനായ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടു. ആ വിഷയത്തിൽ ആ ട്യൂണ് വെച്ച് എഴുതിയ ഒരു പാട്ടാ. പഴയ പാട്ട് അറിയാവുന്നൊരു വേണേ കൂടെ പാടിക്കണം. അതിയുഗങ്ങൾ തുടക്കം ആയതിൻ മുൻപേ, തുടക്കം ആയതിൻ മുൻപേ, അതിയുഗങ്ങൾ തുടക്കം ആയതിൻ മുൻപേ, തുടക്കമായതിൻ മുൻപേ, ആദിപരാഭാവികളെ ഓർത്തനിന്നേ, ആദിപരാഭാവികളെ ഓർത്തനിന്നേ, ആശ്രയമാതാണെനിക്കുള്ളാശയും പൂമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, മകാൽ പുതമേകാൽ വരിയിൽ കാണുന്ന സ്നേഹം, മകാൽ പുതമേകാൽ വരിയിൽ കാണുന്ന സ്നേഹം, മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. തിരുസഭയെ നന്നിലത്താൽ വാങ്ങുകയെ
ശാപമില്ലാതിരിക്കുവാൻ ലോകത്തിൽ ശാപമില്ല. ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ആ 1-ാം അധ്യായത്തിൽ സർവജ്ഞനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. അതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. ആ താഴോട്ട് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, മുൻനിയമനം, അച്ചാരം, നൽവരം, അവകാശം, അനുഗ്രഹം, ഏതാണ്ട് 10 കൂട്ടം കാര്യം 1-ാം അധ്യായത്തിന് 4 മുതൽ 14 വരെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ അങ്ങനെ തിരഞ്ഞെടുത്ത് നമ്മളെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. സ്വർഗ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് നൽകി. ഒരു കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ ഭീതിയും ചിത്തപ്രമവും ആകുലചിന്തയും നിരാശയും നാളെയെക്കുറിച്ചുള്ള ആ ചിന്താഭാരവും, എന്നാൽ അതെല്ലാം ഇപ്പം മാറാൻ കാരണം യേശു ഉള്ളത്തിൽ വന്നു. മാത്രമല്ല തിരുവചനം കൊണ്ട് നമ്മുടെ ഹൃദയം പൂരിതമായി. 45-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എടുത്തുകോല് പോലെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് പൂരിതമാകുകയും ആ ഹൃദയത്തിൽ യേശു ഉള്ളത്തിലേക്ക് വരികയും ഇപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷമാണ്. നമുക്ക് പ്രശ്നങ്ങളും വിഷയങ്ങളും ഇല്ലെന്നല്ല, അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ആത്മീക സന്തോഷം, സ്വർഗീയ സന്തോഷം, ഈ ലോകത്തിൽ സന്തോഷിപ്പാൻ പക ദൈവമക്ക. സ്തോത്രം. വിട്ടുപിരിഞ്ഞാൽ എന്നെ ഭാരപ്പെടാനാ. പൗലോസ് ഫിലിപ്പിയാനത്തിൽ പറഞ്ഞ് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ലാഭവും. സ്തോത്രം. ഞാൻ ദൈവമക്കളുടെ കാര്യമായി പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന് നമ്മളെ ഇരുത്തി എന്ന് പറഞ്ഞാൽ ആ സ്വർഗീയ അനുഭവം നമുക്ക് തന്നിരിക്കുക. ഇപ്പോൾ നിരാശയൊന്നുമില്ല, ഭീതിയൊന്നുമില്ല, ചിത്തപ്രമവും ആകുലചിന്തയും ഒന്നുമില്ല. അതെല്ലാം ദൈവം മാറ്റി നാം ദൈവമക്കളാക്കി തീർത്തു. 3-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ, ശ്രദ്ധേയമായ പ്രാർത്ഥന, അപ്രമേയ ധനം വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്കുള്ള 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. 4-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവത്തിന്റെ സഭയ്ക്ക് നൽകി. ഇതിനപ്പുറം ഒരു നിയമനമൊന്നും ഒരു സഭയ്ക്കും ഇല്ല. 5 എണ്ണവും നിയമിച്ചുള്ളൂ: അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അല്ലാതെ സെക്രട്ടറി, ട്രഷറർ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ദൈവം അറിഞ്ഞ കേസല്ല. ദൈവം അറിഞ്ഞ കേസുമല്ല, ദൈവം ഇതൊന്നും അംഗീകരിക്കുന്നുമില്ല. സഭയുടെ സെക്രട്ടറി, അവന് പുസ്തകക്രമം പോലും അറിയാൻ മേല, അവനാണ് സഭയുടെ. ചില സഭയിൽ ചെല്ലുമ്പോൾ പറയും, ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട് വന്ന് വരവൊക്കെ ഒന്ന് കാണണം, 2 പേനായും ആ നടത്തവും. ഞാൻ ചോദിച്ചു, നിനക്ക് പുസ്തകക്രമം ഒന്ന് ക്രമത്തിൽ പറയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. സ്തോത്രം. ചില സെക്രട്ടറിക്ക് പൊതുവെ പ്രാർത്ഥിക്കാൻ പോലും, എല്ലാവരുടെയും കാര്യമല്ലേ, പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ചിലർ അഭിഷേകം പോലും പ്രാപിച്ചതല്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടുന്നല്ലാതെ ഇവന് യാതൊരു ചൈതന്യം ഉള്ളവനല്ല. അതിനാണ് അത് ഞാൻ പറഞ്ഞത്, ഇത് ദൈവം അറിഞ്ഞ കേസല്ല. സഭയുടെ രക്ഷാധികാരി അത് മൂപ്പില കിടന്ന് ഉടക്കുണ്ടാക്കാതിരിക്കാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അല്ലേ, ഇങ്ങനെ കിടന്ന് മെനയുണ്ടാക്കും. അതിന് സൈഡിലൊരു കസേരയും കൊടുത്ത വിട്ടിരിക്കുക, പുള്ളിയാണ് രക്ഷാധികാരി. ഇതൊന്നും ദൈവം അറിഞ്ഞ കേസല്ല. ദൈവം നിയമിച്ചത് ഈ 5 പേരെയാണ്: അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അല്ലാത്തൊരു കേസും അവിടുന്ന് നിയമിച്ചതല്ല. ദൈവത്തിന്റെ മകൻ ഈ 5 ഗ്രൂപ്പുകാരെ ദൈവസഭയ്ക്ക് തന്നത് എന്തിനാ? താഴത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമക്കൾ ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാൻ, ആത്മീക അഭിവൃദ്ധിപ്പെടുവാൻ, ആത്മീക വളർച്ച പ്രാപിക്കുവാൻ ദൈവം സഭയ്ക്ക് തന്നവരാണ് ഈ 5 പേരെയും. ആ ഭാഗവും വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മനിറവ് എന്നൊരു വിഷയമാണ്. ആത്മനിറവ് അത് 5-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ടോട്ട് 21 വരെയുള്ള തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. 5-ന്റെ 15 മുതൽ 21 വരെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. പിന്നെ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ 5-ാം അധ്യായത്തിൽ വിഷയം ആത്മനിറവ് എന്ന സബ്ജക്റ്റാണ്. ആത്മനിറവ്. ഇനി 6-ാം അധ്യായത്തിന്റെ 10 നമ്മൾ വായിച്ചത്. 6-ാം അധ്യായത്തിലെ വിഷയം ആത്മീക പോരാട്ടമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരോടും പറയട്ടെ, എനിക്ക് നിങ്ങൾക്കും ഒരു പോരാട്ടമാണ്. ഇവിടെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. എനിക്കും നിങ്ങൾക്കും എതിരെ ഒരു എതിരാളിയുണ്ട്. അത് മനുഷ്യരാരുമല്ല, കുടുംബക്കാരല്ല, ചാർച്ചക്കാരല്ല, സഹോദരങ്ങളല്ല, അയലത്തുകാരല്ല, ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുമല്ല, ഒരു അദൃശ്യ ശക്തി. അത് സാത്താന്യ ശക്തിയാണ്. എനിക്ക് നിങ്ങൾക്ക് എതിരാളി, ദൈവസഭയ്ക്കുള്ള എതിരാളി. ആ എതിരാളിയോടാണ് എനിക്ക് നിങ്ങൾക്കും എതിർപ്പും പോരാട്ടമുള്ളത്. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിന്റെ 10 പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ദൈവത്തിന്റെ മഹത്വം. ഈ ഒടുവിൽ എന്ന പദമാണ് 6-ന്റെ 10 കൊടുത്തിരിക്കുന്നത്. ഒടുവിൽ എന്ന പദം വരണമെങ്കിൽ ആദ്യം പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഒടുവിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്ന് ചിന്തിച്ചേച്ച് ഒടുവിൽ പറഞ്ഞ കാര്യം കൂടെ ചിന്തിച്ച് ഇന്ന് രാത്രി യോഗം നടത്താം. അപ്പോൾ ആദ്യം പറഞ്ഞത്, ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഒരു 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. ആദ്യം 5-ാം അധ്യായത്തിന്റെ 22 ഭാര്യമാരെ വിളിച്ചു. 5-ാം അധ്യായത്തിന്റെ 25 ഭർത്താക്കന്മാരെ സംബോധന ചെയ്തു. 6-ാം അധ്യായത്തിന്റെ 1 മക്കളെ വിളിച്ചു. 6-ന്റെ 4 പിതാക്കന്മാരെ വിളിച്ചു. 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാസന്മാരെ വിളിച്ചു. 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ വിളിച്ചു. ഇനി ക്രമത്തിൽ പാസ്റ്റർ വായിക്കണം. 5-ാം അധ്യായത്തിന്റെ 22 ഭാര്യമാരെ 5-ന്റെ 22 ഭാര്യമാരെ വിളിച്ചു. 25 ഭർത്താക്കന്മാരെ 6-ന്റെ 1 മക്കളെ 6-ന്റെ 4 പിതാക്കന്മാരെ 6-ന്റെ 5 ദാസന്മാരെ 6-ന്റെ 9 യജമാനന്മാരെ. അപ്പൊ ശ്രദ്ധിക്കുക, 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. ഓർപ്പിച്ചല്ലോ. 5-ന്റെ 22 ഭാര്യമാര്, 5-ന്റെ 25 ഭർത്താക്കന്മാർ, 6-ന്റെ 1 മക്കൾ, 6-ന്റെ 4 പിതാക്കന്മാർ, 6-ന്റെ 5 ദാസന്മാർ, 6-ന്റെ 9 യജമാനന്മാർ. നിങ്ങൾ ഓടിച്ചു പഠിച്ചാൽ ഇന്ന് സമൂഹത്തിൽ പറക്കുന്ന സകല മനുഷ്യരും ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. ഒന്നെങ്കിൽ ഭാര്യയുടെ നില, അല്ലെങ്കിൽ ഭർത്താവിന്റെ വശം, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നില, ഒന്നുകിൽ ദാസൻ, അല്ലെങ്കിൽ യജമാനൻ എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തോടും ആ പൗലോസ് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷന്റെ ഒടുവിൽ നിങ്ങളോട് അറിയിപ്പാനുള്ള സന്ദേശവും ഇത് തന്നെ, കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. ഒരു വല്ലാത്ത കാലയളവിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ആ പ്രളയത്തിന്റെ രൂക്ഷത കഴിഞ്ഞു ഉടനെ തന്നെ മഹാമാരി കോവിഡ് വന്നു. 2018-ലും 2019-ലും ഒക്കെ ഈ ഉണർവുകാരി പറഞ്ഞു ഭയങ്കര വിടുതൽ നടക്കാൻ പോവാണ്. നടന്നല്ലോ, വെളിയിലിറങ്ങാൻ മേലായിരുന്നു. ഇപ്പം എല്ലാം മാളത്തിൽ നിന്ന് പയ്യെ തല വെളിയിലോട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഇപ്പം പിന്നെയും പഴയ ഇണക്കിണക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയൊന്നുമല്ല. രോഗശാന്തി വരപ്രാപ്തന്മാരെല്ലാം പാമ്പാടിയിലും ഉണ്ടായിരുന്നു, കോട്ടയത്തും ഉണ്ടായിരുന്നു, കോടിമതയിലും ഉണ്ടായിരുന്നു, കൊട്ടാരക്കരയിലും ഉണ്ടായിരുന്നു, പുനലൂരും ബാംഗ്ലൂരൊക്കെ അതിന്റെ ആസ്ഥാന കേന്ദ്ര. ഒരെണ്ണത്തിന് കോവിഡിനെ കണ്ടില്ല. കൈപോലും തിരികലായിരുന്നു. കരുണാനിധി പോകും പോലെ പണ്ട് രോഗശാന്തി വരപ്രാപ്തന്മാർ. ഇപ്പൊ പയ്യെല്ലാം മാളത്തിൽ നിന്ന് വിടുതല, ആൾക്കാരെ കളിപ്പിക്കാൻ നടക്കുക. യേശു അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് അവൻ അത്ഭുത മന്ത്രിയാ. സ്തോത്രം. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ഇല്ലാത്തവനാ അവിടുന്ന്. അപ്പോൾ അന്ന് 2018-ലും 2017-ലും ഒക്കെ ഭയങ്കര വിടുതലാന്ന് പറഞ്ഞു. ഇപ്പൊ പയ്യെ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് വിടുതലാന്ന്. ഇനി വിടുതൽ മിക്കവാറും ഇനിയിപ്പോ അടുത്ത എന്നാ വരുന്നെന്ന് കണ്ടറിയാം. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ കോവിഡ് വന്നപ്പം ഇല്ല, ഇത് എന്തുവാ, മാസ്കും ഒക്കെ വെച്ചെങ്കിലും വെളിയിലിറങ്ങാം. ഇനിയും വരാൻ പോകുന്ന ചിലപ്പം അനങ്ങാൻ മേലാത്ത കേസായിരിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല.
ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മഹാവ്യാധിയും തീരാവ്യാധിയും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിന്റെ നടുവിൽ നിലനിൽക്കണമെങ്കിൽ, കർത്താവിന്റെ വരവ് വരെ ഒരു ദൈവവൈതൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടോണം. നീ ഇവിടെ കിടന്ന് കേസും വഴക്കും വാശിയും വൈരാഗ്യവും അടിപിടിയും ഒന്നും ഉണ്ടാക്കരുതെന്ന് പച്ച മലയാളത്തിലായി പറഞ്ഞു തരുന്നേ. നീ അതിന് തർക്കം ഉണ്ടാക്കരുത് തങ്കച്ച. നിന്റെ സ്വന്തം അനിയനാ, അവനങ്ങ് കൊടുക്കേ. 1 സെന്റോ 2 സെന്റോ കൊടുക്കേ. നീ ത്യാഗാറായി, നിനക്ക് ശ്വാസമുട്ടലുള്ളതാണ്. നീ 3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കിടന്നാൽ ഓർമ്മ വേണം കേട്ടോ. സ്തോത്രം. നിന്റെ പെമ്പളയ്ക്കും പരിവക്കേടാ. എന്നാലും ഇവിടെ നാക്കിന് യാതൊരു കുറവും തെയ്യെന്നാ അവള് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് കേസും വഴക്കും കോടതി അടിപിടിയൊന്നും ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത്. സൂസമ്മയോട് ഞാൻ പറയാം, തള്ളയ്ക്ക് വെള്ളം കൊടുക്കണം, അവരെ ആശ്വാസഭവനിൽ കൊണ്ടിട്ടരുത്. അവിടെ പോക്കുമെന്ന് അറിയത്തില്ല. മനസ്സിലായോ? നീ അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കണം. നീ തള്ളയെ തല്ലി വെളിയിലിറക്കി, തള്ളയാന്നൊരു കൂടിന്റെ കുടുംബിക്കും പിടിച്ചോണ്ട് നടക്കുക പാമ്പാടി കൂടെ. അല്ല, തള്ളയായ കാലത്ത് നല്ല മൂച്ചുള്ള തള്ളയായിരുന്നു. ഇപ്പൊ പരുവക്കേടായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു പൊരിഞ്ഞ തള്ളയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കരുത്. ഉള്ള സമയം നീ ദൈവത്തെ വിളിച്ചോണം, ആത്മാവിൽ ബലപ്പെട്ടോണം. കേസും കോടതിയും വഴക്കും പുക്കാറുമായിട്ട് നടക്കരുതെന്നായി നാടൻ ഭാഷയെ പറഞ്ഞു തരുന്നത്. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടോണം. ദൈവത്തിന് മഹത്വം. അപ്പൊ 6 ഗ്രൂപ്പുകാരെ പൗലോസ് വിളിച്ചു. ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആ ബലപ്പെട്ട വിഷയം ചിന്തിച്ചങ്ങ് അവസാനിപ്പിക്കാം. കർത്താവിന് മഹത്വം. അപ്പൊ ആദ്യം വിളിച്ചത് ഭാര്യമാരെ. 5:22 വായിച്ചേ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ എന്ന് പറഞ്ഞ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ കടമകളെ പറ്റിയാ പൗലോസ് അവിടെ പറയുന്നത്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, അനുസരിക്കണം. നിങ്ങളിപ്പോ ചിന്തിക്കുക, കൺവെൻഷൻ ഇതാണോ പറയുന്നത്? കൺവെൻഷനല്ലേ നിങ്ങളെ കിട്ടുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വന്ന് എനിക്കിത് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. വന്നാൽ നിങ്ങൾ ഇരുന്ന് തരുമോ? തന്നെയല്ല, ഇതുപോലൊരു അന്തരീക്ഷവും കിട്ടുകയില്ല. അപ്പൊ ഇന്ന് കൈക്ക് കിട്ടിയിരിക്കുക. സ്തോത്രം. അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിനെ അനുസരിക്കണം, ബഹുമാനിക്കണം. ഞാൻ മിക്കപ്പോഴും എല്ലായിടത്തും പറയും, ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. കാരണം ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഗുണമാകുന്നില്ലല്ലോ. ഈ ഭർത്താവിനെ ബഹുമാനിക്കണം. ചിലപ്പോൾ സൗന്ദര്യം അധികം കണ്ടെന്ന് വരികയില്ല, കഴിവ് അല്പം കുറവായിരിക്കും, കളറും അല്പം മോശമായിരിക്കും. നിങ്ങളുടെ ദൃഷ്ടി വലിയ ശ്രേഷ്ഠതയൊന്നും പറയാനില്ലെങ്കിലും നിന്റെ ഭർത്താവ ബഹുമാനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രമെല്ലാം നിന്നല്ലോ. ഞാൻ ആ വിഷയത്തിൽ അധികം നിൽക്കത്തില്ല, കാരണം നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഈ ഭർത്താവിന്റെ കുറ്റം ഏതാ, അപാകതകൾ, ന്യൂനത, ബലഹീനത വേറെ ആരോടും പറയരുത്. നിന്റെ അമ്മയോട് പോലും പറയരുത്. വീട്ടിൽ ചെല്ലുമ്പോഴേ ഉറങ്ങാന്നോ എഴുന്നേറ്റിരിക്കുകയാണ്, കാണാനും മേല, ആരോടും പറയരുത്. വിശേഷിച്ച് പെന്തിക്കോസുകാരോട് പറയാം, സഭയിലെ പാസ്റ്ററുടെ ഭാര്യയോട് പറയരുത്. എൻ്റെ അമ്മാമ്മയാണ് ഇതെല്ലാം ഇങ്ങനെ ന്യൂസ് പിടിക്കാൻ തന്നെ. അങ്ങനെയുള്ള അമ്മാമ്മമാരുണ്ട്. നല്ല അമ്മാമ്മയുണ്ട്, പറയരുത്. അമ്മാമ്മയോട് പറഞ്ഞ അമ്മാമ്മയ്ക്ക് പ്രിയമുള്ള അമ്മാമ്മയോട് വേറെ പേര്, ആ അമ്മാമ്മ പിന്നെ അങ്ങ് പറഞ്ഞ് വെറുതെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്നേഹവും കൂടെ പോകും. എന്നാലേ അവന് ഇച്ചിരി സ്നേഹമുള്ളൂ. അത് നീ ആയിട്ട് കളയരുതെന്നായി പറഞ്ഞു. നല്ല ബുദ്ധിയായി. ഈ യോഗത്തിന് വന്ന് നീ ഗുണമാകണം, അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നീ തുള്ളിക്കളിച്ചേച്ച് പിന്നെ അവനെ അനുസരിക്കാതെ വായു എടുത്തുകൊണ്ട് പോകരുത്. കീഴ്പ്പെടണം, അതിനായി പറഞ്ഞു തരുന്നത്. ഭർത്താവിനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കണം. അമ്മോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് ഒരു പ്രയോഗമുണ്ട്. പെന്തിക്കോസുകാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ.
വരി ഇങ്ങനെ: കോന്തനാകിലും കോപിഷ്ടനാകിലും പാന്തനാകിലും പാമരനാകിലും കാന്തനെ നിന ചാതരാല അവനുടെ പാദം വന്ദിക്കണമെന്ന എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും ഓർത്തല്ല, ബഹുമാനിക്കണം. ഭർത്താവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിക്കണം. ചിലപ്പോൾ കഴിവ് കുറഞ്ഞ ആളായിരിക്കും, എന്നാലും അദ്ദേഹത്തിന് മാനഹാനി വരുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. സ്തോത്രം. ഇപ്പം അത്രോ പറയുന്നുള്ളൂ. വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്, ചുമ്മാ അലമ്പുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ ഭാര്യ മരിച്ചു. ഞാനും ചെന്നു 2 വാക്ക് പറഞ്ഞേച്ച് ഞാൻ ഇറങ്ങി വന്നപ്പം എൻ്റെ തോളത്ത് ആരോ തട്ടി. നോക്കിയപ്പോൾ അങ്ങേര് തന്നെ. അപ്പം എനിക്ക് വേറൊരു അടക്കത്തിന് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വേറൊരു അടക്കത്തിന് പോവാം, പിന്നെ വരാം, വേർപാട് ജീവിതത്തിലുണ്ടാകും, പ്രാർത്ഥിക്കാം, ദൈവം ധൈര്യപ്പെടുത്തട്ടെ. അപ്പം അദ്ദേഹം പറഞ്ഞ പദം ഞാൻ മിക്കയിടത്തും പറഞ്ഞു, ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ആട്ടെ അനീഷേ, അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായി. ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ഈ തള്ള അങ്ങ് ജീവിയിടായിരുന്നു. ഇങ്ങനെ നേരത്തെ വന്നാ കുറ്റം, താമസിച്ച് വന്നാ കുറ്റം, പറഞ്ഞാ കുറ്റം, എടുത്താ കുറ്റം, ചെയ്ത മുഴുവൻ അങ്ങ് കുറ്റം. ഇവരങ്ങ് അലമ്പ. പക്ഷെ അങ്ങനെ ഒരു നല്ല മനുഷ്യന് ഒന്നും മറുപടി പറയത്തില്ല. അത് ഈ തള്ള അങ്ങ് മുതലാക്കും. അങ്ങനെ അലമ്പുണ്ടാക്കി പുള്ളി ഒന്നും എതിർക്കത്തൊന്നുമില്ല, ഒരു പാവത്താനാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിപ്പനി വന്ന് ഈ തള്ള ചത്തത്. അന്നേരം അങ്ങേര് പറഞ്ഞത് അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥം. അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കരുത്. സ്തോത്രം. ബഹുമാനിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം, വിധേയപ്പെടണം. ഭാര്യാഭർത്താക്കന്മാരുടെ കടമകളാണ് 22 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളിലെല്ലാം പൗലോസ് പരാമർശിക്കുന്നത്. ഇനി 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക. പെട്ടെന്ന് വായിച്ചു. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, സ്നേഹിക്കണം. ബലഹീന പാത്രമാണ്, അതുകൊണ്ട് ബഹുമാനം കൊടുക്കണമെന്ന പത്രോസും സൂചിപ്പിച്ചിരിക്കുന്നത്. ബലഹീന പാത്രമാണ്. അപാകതകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ കാണും. അത് മനസ്സിലാക്കി വളരെ സ്നേഹിച്ച് കരുതി സംരക്ഷിക്കണം. സ്വയരക്ഷ നോക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്, അവരെ സംരക്ഷിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് അവരിറങ്ങിയിരിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ കൈ തന്നപ്പോളേ, അപ്പോൾ ചിലപ്പോൾ അപാകത കാണും, ന്യൂനത കാണും, പോരായ്മ കാണും, ഒക്കെ ഒത്തിരി കാണും. പക്ഷെ അത് ക്ഷമിക്കണം. അത് കരുതി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. നമ്മുടെ യാതൊരു ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത്, ഒരു യോഗ്യതമില്ലാതിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇനി മറുവശം പറയാം, ഈ കുടുംബജീവിതത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. കുടുംബത്തിൽ 2 പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്നവരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എവിടെ ഇല്ലാത്ത? ഞാൻ മിക്കപ്പോഴും പറയും, വിവാഹ ശുശ്രൂഷയിലൊക്കെ പറയും, ചില ഉപദേശമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 40 കൊല്ലമായി എൻ്റെ ഭാര്യ അന്നമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന്. നുണയാ. അവന് കൊച്ചുണ്ണിയുടെ ചേട്ടനാ. ഏത് കൊച്ചുണ്ണിയാന്ന് നിങ്ങൾക്കറിയാം. മനസ്സിലായോ? വെറുതെ പറയുന്നതാ. ഈ നുണ പറയുന്നതിനും ഒരു അതിരില്ലേ? എന്നേക്കാൾ പ്രായമുള്ള പക്വത വന്നവരാ എന്നെ കേൾക്കും. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എവിടെ ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ. ഇല്ല, മറ്റേ പുള്ളിയുടെ ആൾക്കാർ വലിയൊരു ഉണ്ടോ? ആരുമില്ല. എനിക്കറിയാം ഇല്ലെന്ന്. അതല്ലേ ധൈര്യത്തോടെ പറഞ്ഞ കൈപൊക്കാൻ. കൈപൊക്കുകയായിരുന്നെങ്കിൽ മാപ്പിളയും പെമ്പളയും ഞാനിപ്പോൾ സ്റ്റേജൊക്കെ കയറ്റിയാണ്. കയറ്റുന്നത് വേറൊന്നിനും അല്ല, ഒരു പാരിതോഷികം തരാനാണ്. എല്ലാവരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും ആശയപ്പശകൊക്കെ വരാം. ഇല്ലാത്തത് എവിടാ? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ചോണം. അതെല്ലാം പെട്ടെന്ന് വചന ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും തിരുവചനത്തിന്റെ ഉപദേശത്താലും എല്ലാം ക്രമീകരിക്കണം. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ആട്ടെ, അപ്പൊ കുടുംബജീവിതത്തിന്റെ ഭദ്രതയാണ് ആ താഴോട്ടുള്ള വേദഭാഗത്തിലെല്ലാം പൗലോസ് ഓർപ്പിക്കുന്നത്. ഇനി അടുത്തത് മക്കളെ വിളിച്ച് ഉപദേശം കൊടുക്കുകയാണ്. അത് 6-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിന്
കർത്താവിൽ അനുസരിപ്പി. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. അത് ന്യായമല്ലോ. അടുത്തത്, നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാൻ അല്പം കൂടെ കടത്തി പറയാം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇപ്പൊ അതൊന്നും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കണം. പ്രായമുള്ള അപ്പച്ചൻ അമ്മച്ചി വീട്ടിലുണ്ട്, അവരെ ബഹുമാനിക്കണ്ടേ? മൂത്തവരെ വരുമ്പോ എഴുന്നേക്കണ്ടേ? ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം. മൂത്ത ആൾക്കാർ വരുമ്പോ എഴുന്നേക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ ബഹുമാനിക്കണം. വിശേഷിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിന്റെ അപ്പനെയും അമ്മയും നിന്ദിക്കരുത്. അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ അവരെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അവരെ അനാഥശാലയെ വിടരുത്, അഗതി മന്ദിരത്തിലാക്കരുത്. മനസ്സിലായോ? ഇപ്പൊ പെന്തിക്കോസുകാരും എല്ലാം അങ്ങനെ വിടുന്നുണ്ട്. അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്ന പ്രമാണം ഇങ്ങനെ, മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രായമുള്ള അപ്പനും അമ്മയും അവര് വാർദ്ധക്യ സഹജമായി ക്ഷീണം ഉണ്ടാകുമ്പോൾ മക്കൾ അവർക്ക് പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിന്നെ ചെറുപ്പത്തിൽ എങ്ങനെ അവർ ശുശ്രൂഷിച്ചു അതുപോലെ നീ അവരെ ശുശ്രൂഷിക്കണം. നിന്നെ അവര് കുളിപ്പിച്ചതാ ഇല്ലേ? 1-2 വയസ്സുള്ളപ്പോൾ തന്നെ കുളിക്കാനുള്ള ആക്കവും പ്രായവും പക്വതയും വരാഞ്ഞ സമയത്ത് അമ്മ എന്ത് ജോലിത്തിരക്കാന്നലും നിന്നെ എന്നും കുളിപ്പിക്കും. അതുകൊണ്ട് പ്രായമുള്ള അപ്പനും അമ്മയും ക്ഷീണിതരായി കിടന്ന ആഴ്ചയിലൊന്നും മാസത്തിലൊന്നും ഹോം നേഴ്സ് വന്നല്ല കുളിപ്പിക്കേണ്ടത്, നീ തന്നെ കുളിപ്പിക്കണം. ഇപ്പൊ പിന്നെ കുളിപ്പീരൊന്നും ഇല്ല, കുന്തമെല്ലാം കൂടെ കൊണ്ട് കെട്ടി അത് മാറ്റുക, കുടഞ്ഞിടുക, പൗഡറെല്ലാം അവിടെ കിടക്കുക, തള്ള എവിടെയാണ് കിടക്കുന്നത്. സ്തോത്രം. പ്രത്യുപകാരം ചെയ്യണമെന്നായി പുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടെ കൂടപ്പെട്ട് എല്ലാവരോടും അത് തന്നെ പറയാനുള്ളത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, ബഹുമാനിക്കണം. പ്രായമുള്ള അമ്മ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തൊക്കെ ഒത്തിരി ഉണ്ട്. ഈ ഏരിയയിലും ഉണ്ട്, പാമ്പാടിലായിരിക്കും കൂടുതലും. സ്തോത്രം. അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ നീ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയില്ല. വെറുതെ കിടന്ന് അലമ്പുണ്ടാക്കാന്നല്ലാതെ യാതൊരു ഗുണവും വരികയില്ലെന്നായി പറഞ്ഞത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം, ആദരിക്കണം. ദൈവത്തിന് മഹത്വം. എന്തുവാ രണ്ടുപേരോട് പറഞ്ഞേ? അന്വേഷിക്കാതില്ലെന്നാന്നോ അന്വേഷിക്കുമെന്നാന്നോ? രണ്ടുപേരാണ്ട് പറഞ്ഞേ. എന്നാ പറഞ്ഞേ? ഞാൻ നോക്കുന്നില്ല, നീ നോക്കണ്ടടി എന്നാന്നോ? എന്തുവാ നിങ്ങൾ പറഞ്ഞേ? രണ്ടുപേരും ഒത്തോണ്ടാ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. അവരുടെ കണ്ണുനീര് നമ്മുടെ വീട്ടിൽ വീണാൽ, ന്യായമായുള്ള കണ്ണുനീര് വീണാൽ ആയുസ് രക്ഷപ്പെടുകയല്ല. ആ ശാപം ഇങ്ങനെ കിടക്കും. അത് തങ്കൂനെയും താരൂനെയും ഒന്നും കൊണ്ടുവന്നാൽ പോവുകയില്ല. അവരെ നമുക്ക് വിളിക്കാൻ ശാപമല്ല. അവരുടെ ഇതിൻ്റെ എല്ലാം ഞാരെ വിളിച്ചാൽ ഇത് മാറുകയില്ല. ഇരുമ്പലൊക്കെ വിഴുങ്ങിച്ച് ചുക്ക് കഷായം കുടിച്ചാലൊന്നും കുഞ്ഞമ്മേ ഇതൊന്നും മാറുകയില്ല. എവിടെ കിടന്നിങ്ങനെ അറകല തുള്ളും പല തുള്ളാന്നല്ലാതെ കണ്ണുമെല്ലാം മറഞ്ഞു നീക്കുപോക്ക് ഉണ്ടാകുകയില്ല. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, പ്രത്യുപകാരം ചെയ്യണം. അത് ദീർഘമാക്കുന്നില്ല, വേറെ വിഷയത്തിൽ വരേണ്ടത് കൊണ്ട്. ഇനി അടുത്തത് മക്കളെ വിളിച്ച് ഉപദേശം തരുന്നുണ്ട്. മാതാപിതാക്കളെ 4-ാം വാക്യം വായിച്ച, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ഇനി മാതാപിതാക്കളോട് ഒരു സന്ദേശം പറയാം. 2-ഓ 3-ഓ ദൈവം തരുന്ന മക്കളാ, 4-ഓ 5-ഓ ദൈവം തരുന്നതാ. വേറുകൃത്യം കാണിക്കരുത്. മകളാന്നേലും മകനാന്നേലും ആരാന്നേലും വേറുകൃത്യം പാടില്ല. മക്കളെ ദൈവം തരുന്നതാ. തിരുവചനം പഠിപ്പിക്കുന്നത് മക്കൾ ഒഹോവ തരുന്ന ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിൽ ഈ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, ആ മക്കളോട് വേറുകൃത്യം പാടില്ല. ചില അപ്പനും അമ്മയുണ്ട് മക്കളോട് വേറുകൃത്യം. ഈ ഇളയ മോന്റെ കുറ്റം മൂത്ത മോന്റെ വീട്ടിൽ ചെന്ന് പറയും. അവിടുത്തെ കാര്യം അവിടെ ഒരാഴ്ച ചെന്ന് വെച്ച് അവിടുത്തെ കുരുക്ക് നടുവത്തനോട് പറയും. ഇവിടെ എല്ലാം നിന്ന് ഓടിപ്പോയിച്ച് അവസാനം മോടെ വീട്ടിൽ ചെന്ന് പറയും. നീ വെള്ളം ഇറങ്ങി ചാകുകയല്ല തള്ളേ. ഈ നുണയും കൊതിയും കൊണ്ട് നീ നെടുക ഇങ്ങനെ അങ്ങ് നടക്കുക. മനസ്സിലാകുന്ന ചമ്പക്കരയ്ക്ക് കയറി അവിടെ ഇറങ്ങി നുണ പറഞ്ഞു. ഇങ്ങോട്ട് മഹാരാജാവ് വന്നപ്പോൾ കയറി തിരിച്ചും വന്ന് നുണ പറഞ്ഞു. ശരിയല്ല. മക്കളെ ഒരുപോലെ കരുതിക്കോണം. ദൈവം തന്ന മക്കളാ. വേറുകൃത്യം പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഗുണം വരാനുള്ള കാര്യമായി പറഞ്ഞു തരുന്നത് വളരെ ലളിതമായിട്ട്. സാധാരണ പ്രസംഗിക്കുന്നത് പോലല്ല. ഇന്ന് ഇങ്ങനൊരു നടത്തിപ്പാ. ചില ഗുണദോഷം പറയാനായിട്ടാണ് വന്നത്. എന്നാന്ന് ചോദിച്ചാൽ
ഒന്നാമത് കോവിഡൊക്കെയാ, ഇപ്പം വേറെ അസുഖങ്ങളൊക്കെ. അപ്പം ഇതിനിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമായി പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ സാറാണോ ഇരിക്കുന്നത്? ഈ വെട്ടമടിക്കുന്നത് എനിക്ക് കൃത്യം കാണാൻ മേല, എന്നെ കണ്ടേച്ചേ പോകാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ മക്കളെ ഒരുപോലെ കരുതണം, വേറുകൃത്യം പാടില്ല. അങ്ങനെയുള്ളിടത്ത് ഒറ്റ വീട് രക്ഷപ്പെടുകയല്ല. ഇങ്ങനെ വേറുകൃത്യം വെച്ചാൽ അവസാനം അപ്പനെ അമ്മയെ അന്വേഷിക്കാൻ ആരും കാണുകയല്ല. സ്തോത്രം. പിന്നെ ഈ കണ്ടമാനം കാശുള്ളതും കുഴപ്പടിയാ. റബ്ബർ തോട്ടവും 1-2 വീടും ചുറ്റുപാടും കണ്ടമാനമായാലും കുഴപ്പമാണ്. അവസാനം പിന്നെ ആരും നിന്നെ ഏക്കാതെ വരും. അതുകൊണ്ട് ഞാനൊരു നല്ല ബുദ്ധി പറയാം. ഒറ്റവണ്ടി അംഗീകരിച്ചാൽ മതി. ഗുണം വരാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. ഒരു 10 സെന്റും വീടും പേരെഴുതി വെച്ചിട്ട് ബാക്കി വിൽക്കുകയോ എടുക്കുകയോ ചെയ്തേച്ച് അത്യാവശ്യം വല്ലതും കൃത്യമായിട്ട് പകത്ത് വെച്ച് കാലശേഷം എന്ന് എഴുതിയേക്കണം. അങ്ങനെ എഴുതാവുള്ളൂ, കാലശേഷം. അതിനിടയ്ക്ക് കൊച്ചുങ്ങൾ വേണമെന്ന് പറയും, ഇതിലോട്ടൊന്ന് ഒപ്പിട്ട് ഒരു ലോൺ എടുക്കാനാ, ജീവൻ പോയാൽ കൊടുക്കരുത്, നീ വെട്ടിനകത്ത് വീഴും. അതിന് നല്ല ബുദ്ധി പറഞ്ഞു തരിക. അപ്പോൾ ലോൺ വെക്കാൻ ഇങ്ങോട്ടൊന്ന് ഇപ്പം ലോൺ എടുക്കണ്ട, ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് പോയാൽ മതി, ഞാൻ ചത്ത് കഴിയുമ്പം സൂക്ഷിക്കുകയും ചെയ്യണം. ഇവൻ കാപ്പിയോ ഇവിടെ മരുമകൾ കാപ്പി വന്നാലും സൂക്ഷിച്ചേ കുടിക്കാവുള്ളൂ. സ്തോത്രം പറഞ്ഞു കൊടുക്കണം. വലിച്ചു കുടിച്ച് എങ്ങാനും പരുവക്കേടാകും. ഇല്ല, നമ്മുടെ കൂടത്തുകാരി എന്നാ അവിടെ പേര്, കൂടത്തായി, അറിയാം, അവള് ചെയ്തത് അറിയാമല്ലോ. കുറേശ്ശെ നാശോപ്പിച്ച് വെക്കരുത്. അപ്പം മക്കളെ ഒരുപോലെ കരുതണം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പല കാര്യവും പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന മിക്കടത്തും പ്രസംഗിച്ചിടത്ത് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഒരിക്കലേ ഞങ്ങളുടെ വകയിൽപ്പെട്ട ഒരു ഉപ്പാപ്പൻ എനിക്കൊരു മുട്ടായി തന്നു. ഒരു മുഴുത്ത മുട്ടായി, അതിൻ്റെ പേരെല്ലാം മറന്നുപോയി, വർഷങ്ങൾക്ക് മുമ്പാ, കുഞ്ഞിലെ ഒരു മുട്ടായി തന്നു. ഞാൻ ആ മുട്ടായി ആയിട്ട് വീട്ടിൽ വന്നപ്പം, വഴി വെച്ചാ തന്നത്, അതുമായിട്ട് വീട്ടിൽ വന്നപ്പം എൻ്റെ കയ്യിലൊരു, അമ്മ ചോദിച്ചു എന്ത് പാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുട്ടായിയാ, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആ മുട്ടായി കൊണ്ട് അമ്മയുടെ കൈ കൊടുത്തു. അപ്പം ഞാനത് തുറന്നേച്ച് എനിക്ക് തരുവന്ന്. അമ്മയെ തുറന്നു നോക്കിയപ്പോൾ ഒരു മുട്ടായിയ. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അകത്ത് പോയി എന്നോട് പറഞ്ഞൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് വരാം. പിച്ചാത്തി കൊണ്ടുവന്ന്, പഴയ വീടാണ്, എൻ്റെ അരപ്ലേസിൻ്റെ വാതിക്കലോട്ട് ഈ കടലാസി മുട്ടായി പോയി ചേച്ചി. ഞാൻ നോക്കി നിൽക്കുക. അമ്മ ഈ പിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് 4 പൊളന്നു ഒരു മുട്ടായി, ഇങ്ങനെ നെടുകയും കുറുകയും ഓരോ അടി അടിച്ചപ്പോൾ ഇത് 4 പൊളന്ന് നിവർത്തിച്ചാൽ ഒരു കഷണം എനിക്ക് തന്നു. അപ്പോൾ ബാക്കി 3 കഷണം, ഞങ്ങൾ 4 മക്കളാണ്, മറ്റ് 3 കഷണം അവർക്കും കൊടുത്തു. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. മനസ്സിലായോ? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ചില അമ്മമാര്, ചിലര് എന്തുവാടാ കയ്യിരിക്കുന്നത്? മുട്ടായി. എത്ര എണ്ണം ഉണ്ട്? 1, പെട്ടെന്ന് കഴിക്കുക, അവൻ വരുന്നതിന് മുന്നേ കഴിക്കും. കുട്ടായിട്ട് നിൽക്കുക, കഴിക്കും. പിന്നെ അത് കടലാസ് കഴിക്കാൻ, അവൻ വരുന്നതിന് മുന്നേ കഴിക്കും. കിട്ടായി എന്ന് പറഞ്ഞിരിക്കും. ഉടനെ അത് എങ്ങനെയും ചവച്ച് പെട്ടെന്ന് കഴിക്കട്ടെ, ഉണങ്ങി നിൽക്കുക. അവനെ ഒരു തരത്തിൽ കടിച്ചു പൊടിച്ച് ലാസ്റ്റ് വിഴുങ്ങിയപ്പം മറ്റവൻ കയറി വരുന്നു. ഈ പിള്ളേരല്ലേ, ഇവൻ വിഴുങ്ങിയവൻ ഉടനെ മറ്റവൻ ചോദിക്കും എന്തുവാടാ അലോക്യമായി. ചെറിയ വിഷയമെന്ന് തോന്നിയാൽ പ്രശ്നമായില്ലേ? അല്ലെ പിന്നെ അവന് മുട്ടായി മേടിച്ചു കൊടുക്കണം, അല്ലെ ഇവനെ ഇടിക്കും. അപ്പൊ അവൻ കയറി അവനെ ഇടിക്കും. അമ്മ ഇതിനിടയിൽ കയറും, തള്ളയുടെ മുതുകിനിട്ട് മൂത്തവനൊരു ഇടിക്കും. നിങ്ങൾ ഒറ്റ വരുത്തിയ ഉദാഹരണമാണ്. ഞാനിനി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അതും പറയാം. ഈ ദൈവമക്കള് പലയിടങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്. വിശേഷിച്ച് വെളിനാടുകളിലൊക്കെ പോകുമ്പം എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ പലരും ഉൾക്കൊള്ളുകയല്ലെന്ന് എനിക്ക് വിഷയമല്ല. ഞാൻ ഇപ്പോഴും അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം മേടിച്ചാൽ ഒരു 4 എണ്ണം മേടിക്കും. അമ്മ പഠിപ്പിച്ചതാ. ഉദാഹരണം, ബെഡ്ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ 4 എണ്ണം മേടിക്കും. ഉദാഹരണമായി പറഞ്ഞു, അമ്മ അന്ന് പഠിപ്പിച്ചതാ.
ഇന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഓപ്പണായിട്ട് പറയാം, ഞങ്ങളെ സഹോദരങ്ങൾ 4 പേരുമായിട്ട് അങ്ങനെ വലിയ ആലോക്യവുമില്ല. ചെടുത്ത് സ്വന്തം സഹോദരങ്ങളും മിണ്ടാത്തവരുണ്ടല്ലോ. ചേട്ടൻ IPC, അനിയൻ അസംബ്ലിസ് കൂടി, നടുവത്തവൻ ചാരോൻ, ഏറ്റവും ഇളയവൻ ചർച്ചക്കോട്, തള്ള TPM-ലും 8-ാം മൈലിലും. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. അനിയന്റെ വീട്ടിൽ പ്രാർത്ഥന, IPC-കാരുടെ ഉണ്ട്. ചേട്ടൻ അവര് IPC, നമ്മൾ ചർച്ചക്കാടാ, ചർച്ചക്കാ. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയാൻ ചർച്ചക്കാ. അസംബ്ലിക്ക യോജിപ്പില്ലല്ലോ. എന്തിന് നീ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ പാമ്പാടി കൂടെ? നിങ്ങളിപ്പോ ചിന്തിക്കുക, ദൈവമേ ഇന്ന് വരണ്ട ഒരു കാര്യവും ഇല്ല. ഇന്നാ വരണ്ടത്. ഞാൻ വളരെ ശാന്തമായി ലളിതമായി ഇച്ചിരി ഗുണദോഷങ്ങളാ പറഞ്ഞു തരുന്നത്. വേറെ കൃത്യം പാടില്ല. ഒരുപോലെ കരുതണം, സ്നേഹിക്കണം. ഒരു ചെറിയ പ്രശ്നം വചനത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തരാം. അപ്പൻ എല്ലാവരേക്കാളും ഇഷ്ടപുത്രനായതുകൊണ്ട് നിലയങ്കം ഉണ്ടാക്കി കൊടുത്തു യോസേപ്പിന്. കൊടുത്തപ്പോ എല്ലാവർക്കും കൊടുക്കണ്ടേ? യോസേപ്പിന് മാത്രം ഒരു നിലയെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമായി. ഞാനതിന്റെ ഒരു വശമായി പറയാൻ, ഈ അപ്പൻ നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ കാര്യം അവിടെ ഇരിക്കുന്ന യോസേപ്പ് ദുശ്രുതി വന്ന് പറയുമെന്ന. അപ്പൻ എടുക്ക വന്ന് അപ്പന്റെ ഭാര്യമാരാകുന്ന ലേയായി, റാഖേലിന്റെയും ദാസിമാരാകുന്ന ബിൽഗയുടെയും ശില്പയുടെയും മക്കളോടുകൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേപ്പ് വന്ന് അപ്പനോട് പറയും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇടയിലും ആൾക്കാരുണ്ട്. സെൻട്രൽ പാസ്റ്ററോട് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കൊടുക്കുന്ന സെൻട്രലിലെ തന്നെ വേറെ പാസ്റ്റർമാരുണ്ട്. സെൻട്രൽ പാസ്റ്ററുടെ വീതി ഓവർസിയറിലൊക്കെ ചെന്ന് ന്യൂസ് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. കൂട്ടുവിശ്വാസിയുടെ, വേലക്കാരുടെ, പ്രസിഡന്റിനോട്. ലോക്കൽ സഭയിലാണെങ്കിൽ പാസ്റ്ററോടും അമ്മാമ്മയോടും ചെന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റ് വിശ്വാസികളുടെ പാടില്ല, പ്രശ്നമുണ്ടാകും. പാസ്റ്റർമാരത് കേൾക്കുകയും ചെയ്യരുത്. ഞാൻ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ലാനുണ്ട്. ഞാൻ കൂടെ ഞങ്ങളുടെ എൻ്റെ അടുക്ക് ഒരെണ്ണത്തിന്റെ കാര്യം വന്ന് പറഞ്ഞേക്കരുത്. അതിന് ഞാൻ ശരിയാക്കും. വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മാവ് തരുന്ന നടത്തിപ്പിൽ ശുശ്രൂഷിക്കും. ഇത് കേൾക്കരുത്. ഇനി അഥവാ ചില സന്ദർഭങ്ങൾ കേൾക്കേണ്ടി വരും, അതനുസരിച്ച് ഇടപെടരുത്. 2 ഭാഗവും കേൾക്കണം. ആട്ടെ, അപ്പൻ ഇഷ്ടപുത്രനായതുകൊണ്ടും റാഖേലിൽ കൂടി ജനിച്ച കുട്ടിയായതുകൊണ്ടും ഒരു നിലയെങ്കിൽ കൊണ്ട് കൊടുത്ത് അന്ന് മുതൽ കുടുംബത്തിൽ പ്രശ്നമാണ്. വേറെ കൃത്യം പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരിക്കൽ കൂടി ഒരു സന്ദേശം പറയാം. ദൈവം നിനക്ക് തന്ന കളറുള്ളത് കാണും, കളറില്ലാത്ത കൊച്ചു കാണും, കഴിവുള്ള കൊച്ചു കാണും, കഴിവില്ലാത്ത കൊച്ചു കാണും, കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും. വേറെ കൃത്യം പാടില്ല. ദൈവം തന്ന തലമുറ ഒരുപോലെ കരുതിക്കോണം. അതാണ് പിതാക്കന്മാർക്ക്, മാതാപിതാക്കൾക്കുള്ള സന്ദേശം. ഇനി 5-ാം വാക്യം വായിച്ചിട്ട് ദാസന്മാരോട്, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ. ഒരു ദാസൻ എങ്ങനെ യജമാനനോട് ഇടപെടണം? യജമാനന് ദാസനും ഒരു സഭയിലെ മെമ്പറാ, പക്ഷെ യജമാനനെ ബുദ്ധിമുട്ടിക്കരുത്. നിന്റെ സഭയിലെ വിശ്വാസിയാ, ഒരു കൂട്ടായ്മയിലാന്നോർത്ത് ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം വാങ്ങണം. അത്രയും പറഞ്ഞ ഭാഗം വിടുക. ഇനി യജമാനന്മാരോടും പറയുക, നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. വളരെ കരുണയോടെ ഇടപെടണം. വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് മാനം മര്യാദയ്ക്ക് ഇടപെടണം. ചില വലിയ വീടുകളിലൊക്കെ ജോലിക്ക് ചില സഹോദരന്മാര് വന്നു കഴിഞ്ഞാൽ, ചില എല്ലാവരും അല്ല കേട്ടോ, ചില വീടുകളിൽ ജോലിക്ക് ഒരാളെ കിട്ടിയാൽ പിന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുകയല്ല. അതുവരെ വാഷിംഗ് മെഷീൻ ഒരു കുഴപ്പം, തറ തുടയ്ക്കാൻ തങ്ക വന്നു, അന്ന് വാഷിംഗ് മെഷീനും ഒന്നും ശരിയല്ല. ഉള്ള കൂറ തുണിയെല്ലാം എടുത്തു കൊടുക്കും എവള് കഴുകാൻ. ശരിയല്ല. വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് മാനം മര്യാദയ്ക്ക് ഇടപെടണം. ഞാൻ മിക്കടുത്ത് പ്രസംഗിക്കുമ്പോൾ പറയും, വീട്ടിൽ ജോലിക്ക് വരുന്ന പ്രായമുള്ള അമ്മ അല്ലേ പിതാവ്, അവരെ പിള്ളേരെ കൊണ്ട് പേര് വിളിപ്പിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ആരോട് പറയാന്? നിങ്ങൾക്ക് വേണേ സമപ്രായമാന്റെ പേര് വിളിക്കുക, അറിയാമല്ലോ. പക്ഷെ പിള്ളേരെ മര്യാദ പഠിപ്പിക്കണം. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ ഒക്കെ പഠിപ്പിക്കണം. ചില പിള്ളേരെ
അങ്ങനല്ല. എടാ ആരെയാ വിളിച്ച്? അപ്പച്ചാന്ന് വിളിയടാ, പറഞ്ഞു കൊടുക്കണം. അമ്മച്ചീന്ന് വിളിയടാ, പറയണ്ടേ? നിങ്ങൾ അതിന്റെ ബാക്കിയാന്ന് അതൊന്ന് ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. മക്കളെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? എന്തുവാ ഞാനിവിടെ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അത് നിങ്ങൾ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞിരിക്കുക. എന്തുവാന്ന് ആരോടാ പറയുന്നത്? ഇപ്പറ വലിയൊരു ഇരിപ്പുണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക. ഭാര്യ, ഭർത്താവ്, പിതാക്കന്മാർ, മക്കൾ, ദാസൻ, യജമാനൻ, സകല ആൾക്കാരുടെ ദൂത് പറഞ്ഞേച്ച് 10ാമത്തെ വാക്യത്തിൽ പറയുകയാ, ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിൽ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഭദ്രമായി പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. നിന്റെ മക്കൾ നിന്നോട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ മാതാപിതാക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. മാതാപിതാക്കൾ നല്ല നിലവാരത്തിൽ മക്കളോട് ഇടപെടണമെങ്കിൽ മക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. ദാസനും യജമാനനും അവൻ നല്ല സഹവർത്തിത്വം പുലർത്തി പോകണമെങ്കിൽ രണ്ടു കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. ഈ അന്ത്യകാലത്ത്, ഈ വല്ലാത്ത കാലയളവിൽ പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും ആവശ്യം കായബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, സാമുദായിക ബലമല്ല, നിന്റെ പണത്തിന്റെ തണ്ടും കൂഷ്കുമല്ല. നമുക്ക് ആവശ്യം ആത്മബലമാണ്. ദൈവാത്മാവിന്റെ ശക്തി ഏറ്റെടുക്കണം. ഇവിടെ എഫെസോസിലുള്ളവരോട് പൗലോസ് പറയുകയാ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിന് ശക്തി. ഇത് പറയാൻ കാരണം പറയാം, അത് പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയില്ല എഫെസോസ് സഭ ആരംഭിക്കുന്നത്. 2ാമത്തെ യാത്രയിൽ വന്നു. അവിടെ അവരെ കണ്ടാൻ പറഞ്ഞു, കുറച്ച് നാൾ പാർക്കാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഇപ്പോ ഒക്കത്തില്ല, ദൈവം അനുവദിച്ചാൽ പിന്നെ വരാന്ന്. പൗലോസ് അങ്ങ് പോയി. പൗലോസ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എഫെസോസിൽ ഒരു സഹോദരൻ വരുന്നു, അപ്പൊല്ലോസ്. അപ്പൊല്ലോസിനെ പറ്റി വായിക്കുന്നത്, ഇവന് വചനത്തിന്റെ ആഴവും പഠനവും ഒന്നും വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ആത്മാവിൽ എരിവുള്ളവന്. നല്ല എരിവാ. ഈ ചില സഭകളിലും ചില ഇടങ്ങളിൽ ചെന്ന ചിലക്ക് ഭയങ്കര എരിവാ, പക്ഷെ വചനമൊന്നും അറിയത്തില്ല. ചിലക്ക് നല്ലതുപോലെ വചനം അറിയാം, പക്ഷെ യാതൊരു എരിവുമില്ല. രണ്ടു കൂട്ടരുമുണ്ട്. ചിലക്ക് ഭയങ്കര എരിവാ, വേദപുസ്തകം വായിക്കത്തേ ഇല്ല. വചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുന്ന കാണാം, ഭയങ്കര എരിവാ. അത് ശരിയാകുകയല്ല. ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഉറങ്ങുകയും തമ്പേറടിക്കുമ്പം ഉണരുകയും ചെയ്താൽ അത് പരുവക്കേടാണ്. അപ്പൊ ചിലർക്ക് നല്ല എരിവാ, പക്ഷെ വചനം അറിയത്തില്ല. എന്നാൽ വേറെ ചില ഗ്രൂപ്പുകാരുണ്ട്, വചനം നല്ലതുപോലെ അറിയാം. ഒരു വാക്യം എടുത്താൽ അതിനെ 8ആയിട്ട് കീറി, ആ കീറിയ ഒന്നിനെ 4ആയിട്ട് കീറി, 4ആയിട്ട് കീറി ഒന്നിനെ എടുത്ത് 2ആയിട്ട് കീറി, 2ആയിട്ട് കീറിയതിനെ 3 പോയിന്റ് ഉണ്ടാക്കി. നല്ലതാ, പക്ഷെ യാതൊരു എരിവും പുളിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പാട്ട് പാടുമ്പോ ഒരനക്കവും ഇല്ലാതല്ലേ പാടുന്നേ? കമ്പിവടി നിൽക്കും പോലെ. ഇത് രണ്ടും പരുവക്കേടാ. നമുക്ക് ആത്മശക്തിയും വേണം, ദൈവവചനത്തിന്റെ തിട്ടവും വേണം. അപ്പൊ ഈ അപ്പൊല്ലോസ് ആത്മാവിൽ നല്ല എരിവുള്ളവനാ, പക്ഷെ വചനം അത്ര തിട്ടമില്ല. അതുകൊണ്ട് അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ അപ്പൊല്ലോസ് ഇവിടെ വന്നു. അപ്പൊല്ലോസ് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പള്ളി കയറി പ്രസംഗിച്ചു. ആ ശുശ്രൂഷയിൽ അക്കിലാവും പ്രിസ്കില്ലയും ഇരിപ്പുണ്ട്. ഇവന്റെ ശുശ്രൂഷയും പാഠവും കണ്ടപ്പോൾ അക്കിലാവിനും പ്രിസ്കില്ലയ്ക്കും പിടികിട്ടി ഇവൻ കർത്താവിൽ പ്രയോജനപ്പെടും. അവനെ ചേർത്തുകൊണ്ട് ഉപദേശം പഠിപ്പിച്ചു. അങ്ങനെ ഇവൻ മിടുകനായി. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ഒരുവൻ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ അവനെ ചേർത്ത് നിർത്തണം. അതിന് സഭ നോക്കരുത്. അവൻ ചർച്ചക്കോട്, IPC, അസംബ്ലീസ്, ഷാരോന, TPM, ബ്രദറാ, ഇവാഞ്ചലിക്കൽ, അതൊന്നും നോക്കരുത്. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ നിന്നാലാവും വിധം കൈത്താങ്ങൽ കൊടുക്കണം. സഭയുടെ ലേബൽ നോക്കി അല്ല കൈത്താങ്ങൽ കൊടുക്കേണ്ടത്. അവൻ കർത്താവിൽ പ്രയോജനമുള്ളവനാകണം. സ്തോത്രം. ഇതങ്ങനല്ലല്ലോ. എല്ലാം ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയായി ചെയ്യുന്നത്. എന്നാൽ ഇവരെ നല്ല മാതൃകയാ. ഇവൻ കർത്താവിൽ പ്രയോജനമുള്ളവനായി തീരുമെന്ന് കണ്ടപ്പോൾ അവനെ ചേർത്ത് നിർത്തി ഉപദേശങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അപ്പൊല്ലോസ് മിടുക്കനായി. ഇനി നമ്മൾ 19-ാം അധ്യായം പഠിക്കുമ്പോൾ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അവർ കണ്ടുടനെ ഇവരുടെ ഇരിപ്പും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ഇവര്, ഞാൻ എൻ്റെ ശൈലി പറയാം, ദൈവമക്കളാ. അപ്പം പൗലോസ് ചോദിച്ചു, നിങ്ങളെല്ലാം, എൻ്റെ ഭാഷ പറയുകയാണേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങളെ കണ്ടാൽ അറിയാൻ മേൽ. നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ, വിശ്വാസികളാണോ ചോദിച്ചു. അയ്യോ, പിന്നെ അതെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉടനെ അവർ പറയാ, ഉണ്ടെന്ന് പോലും ഞങ്ങള്
കേട്ടിട്ടില്ല. അന്നാ തമ്പയർ എടുത്തോന്നാന്നോ പറഞ്ഞേ? മുഴുത്തൊരു തമ്പയർ എടുത്ത് അടിക്കാനായുള്ളൊരുത്തിനെ വിളിയടാ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാത്തിനെയും. പൗലോസ് ഉടനെ തിരിച്ചു വെച്ച് നിങ്ങളുടെ സ്നാനം ഏതായിരുന്നെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്നാനം ചോദിച്ചു. കാരണം കുറഞ്ഞ പക്ഷം മറുവശമാ. സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേൾക്കണം. മനസ്സിലായോ? അതുകൊണ്ടാ യേശുവിന്റെ നാമത്തിൽ മുങ്ങരുതെന്ന് ഈ പറയുന്നേ. യേശു പഠിപ്പിച്ച ഉപദേശം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അതാ ചോദിച്ചത് നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. സ്നാനം ഏതാ? ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ ഇവരെ ഉപദേശം പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തിട്ടമാക്കി അവരുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെയും മഹത്വപ്പെടുത്തി. അപ്പൊ ഇതിന്റെ മറുവശം പറയാൻ നിന്നിട്ടില്ല. എന്ത് മറുഭാഷ? നിനക്ക് കിട്ടിയില്ലെന്നല്ലാതെ ഇത് നിന്നിട്ടില്ല. നിനക്ക് കിട്ടിയില്ല, അതിന് കിടന്ന് അരിശം കയറി ആവശ്യമില്ലാത്ത പറയരുത്. നിനക്ക് കിട്ടിയില്ല, ഇത് ആരുടെയും കുത്തകയല്ല. ദൈവത്തോട് നീ പ്രാർത്ഥിച്ച് ദൈവം തരും. ഇത് തർക്കിക്കേണ്ട സമയമൊന്നും അല്ലിത്. വേറെ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നത്. സ്തോത്രം. ഇത് തർക്കിക്കേണ്ട സമയമല്ല. ഇത് ആരുടെയും കുത്തകയല്ല, ആരുടെയും കുടുംബസ്വത്തുമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാശി വൈരാഗ്യത്തോടെ പ്രാർത്ഥിച്ച് ദൈവം തരും. ഇത് തന്നെ ഒരു സഭക്കാരുടെ സ്വന്തം വന്നു. എന്തായാലും കൊള്ളാം, ഇവർ ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരും കൂടെ ഏകദേശം 12ഓളം പുരുഷന്മാരുണ്ട്. അങ്ങനെയാണ് എഫെസോ സഭ ആരംഭിച്ചത്. കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ ഒരു കാരണം, ഈ എഫെസോ സഭ ആരംഭിക്കുന്നത് പോരാട്ടങ്ങളുടെ നടുവിലാണ്. നിങ്ങൾ തിരുവചനം മൊത്തം പരിശോധിച്ചോ, സഭ തുടങ്ങിയതെല്ലാം പോരാട്ടത്തില. പെന്തിക്കോസ്തിന്റെ ആരംഭ സമയവും പോരാട്ടങ്ങളാണ്. കല്ലുവാരി എറിഞ്ഞിട്ടുണ്ട്, വേദപുസ്തകം പറിച്ച് കീറിയിട്ടുണ്ട്, ഉപദേശിമാരെ എത്ര എണ്ണത്തിനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മാർഗത്തിന് ഒരു മങ്ങലും വന്നിട്ടില്ല. ആമെ അടികൊണ്ടെടുത്തും പ്രശ്നമുണ്ടായിടത്തെല്ലാം ഈ നാമം മഹിമപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ആരംഭ സമയത്ത് ഇവിടെ പ്രശ്നമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസ് ഈ ഇവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ചു 12ഓളം പുരുഷന്മാർ. ഒടുവിൽ ഇവര് പൗലോസിന്റെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേശത്ത് നടന്നു. വരുന്നവർക്കെല്ലാം സൗഖ്യം, രോഗികൾ എത്ര വന്നാലും അവർക്കെല്ലാം പൂർണ്ണ വിടുതൽ. പൗലോസിന്റെ ദേഹത്ത് ഉത്തരീയവും റൂമാലും ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് രോഗിയുടെ മേൽ കൊണ്ടിട്ടാൽ അന്ന് തന്നെ സൗഖ്യമാണ്. ഇപ്പോഴത്തെ രോഗശാന്തി പോലൊന്നുമല്ല. ഇപ്പോഴത്തെ രോഗശാന്തി വരപ്രാപ്തന്മാർ അവർ തന്നെ ആശുപത്രിയിൽ നിന്ന് മരുന്നെടുത്തോണ്ടിരിക്കുക. പിന്നെ വരുന്നവർക്ക് അവന്റെ ഭാര്യയ്ക്ക് പെമ്പിളയ്ക്ക് അസുഖമായിട്ടപ്പോൾ അന്നേരം കൊണ്ടുപോയി ഭാരതില് വെറുതെ നിന്ന് മേരിയെ തള്ളി തറയിലിടുകയും ചെയ്തു. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചേ, മേരി തറയിൽ കിടക്കുന്ന അവൻ്റെ ഭാര്യയായിട്ട് ഭാരതിലും പോയി. അന്ന് ഈ രോഗശാന്തി വരപ്രാർത്ഥന അവിടെ തലയിലോട്ടം കൈ വെച്ച് ശാസിച്ചാൽ പോരെ, അവൾ വെപ്പിക്കും മിക്കവാറും. അവൾക്ക് നിന്നെ നല്ലതുപോലെ അറിയാം നീ ആരാന്ന്. അത് അവള് തലയെ കൈ വെപ്പിക്കാതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസിന്റെ ശരീരത്തെ ഉത്തരീയ റൂമാലും കൊണ്ടിട്ട് രോഗികളുടെ മേൽ കൊണ്ടിട്ട് അന്നേരം സൗഖ്യം. ചുരുക്കി പറഞ്ഞാൽ എഫെസോസിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. എഫെസോസിന്റെ ഒരു പ്രത്യേകത നല്ലൊരു പ്രകൃതി. ഈ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ് എഫെസോസ് പട്ടണം. അവിടെ മന്ത്രവാദികളെ പറ്റി പറഞ്ഞ യഹൂദന്മാര് വരെ അവിടെ മന്ത്രവാദികളാ. അപ്പോൾ മന്ത്രവാദം കൊടികൊത്തി വാടുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. ആ പട്ടണത്തിൽ ആ സഭ തുടങ്ങിയത്. അതുകൊണ്ട് ആ സഭയോട് പറഞ്ഞത് ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. മന്ത്രവാദവും ആഭിചാരവും ശുദ്ധപ്രയോഗവും തന്ത്രങ്ങളും വർദ്ധിക്കുന്ന ഈ കാലയളവിൽ ദൈവമക്കളോട് ഇന്ന് രാത്രി അറിയിപ്പാനുള്ള ആത്മിക സന്ദേശം, നീ ഉഴപ്പി നടക്കാതെ ആത്മാവിൽ ബലപ്പെടുക. മന്ത്രവാദികളുടെ ഈറ്റില്ല. അവിടെ വായിക്കുന്നത് യഹൂദന്മാർ വരെ മന്ത്രവാദികളാണ്. ആ 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ച്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ മന്ത്രവാദികൾ യഹൂദന്മാർ വരെ മന്ത്രവാദിയാണ് വായിച്ചേ. എന്നാൽ ദേശാന്തരികളെ നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ, എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ. അപ്പോൾ വചനം പഠിക്കുന്നവർക്കറിയാം, എഫെസോസുകാരോട് പറയുക, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. അത് പറയാൻ കാരണം മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. ആ പട്ടണം യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. യഹൂദന്മാര് മന്ത്രവാദിയാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാൻ പറ്റും. യഹൂദൻ പ്രമാണമുള്ളവനാ. റോമാലേഖനം 9-ാം അധ്യായത്തിന് 3-ാം വാക്യം പഠിക്കുമ്പോൾ, ന്യായപ്രമാണവും വാഴ്ത്തത്വവും പിതാക്കന്മാരും കൽപ്പനയും ചാട്ടവും അല്ല അവർക്ക് മാത്രം, പിതാക്കന്മാരും അവർക്ക് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നാ. പുറപ്പാട് പുസ്തകവും ആവർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സമ്പത്താ, ദൈവത്തിന്റെ പ്രത്യേക ജനമാ, ദൈവത്തിന്റെ സ്വന്തം ജനമാ. അതാ യഹൂദൻ.
ഇങ്ങനെയുള്ള യഹൂദന്മാരെ മന്ത്രവാദം ചെയ്യാം. അപ്പൊ പിന്നെ മറ്റുള്ളവന്റെ കാര്യമോ? നിങ്ങൾ നിയന്ത്രിച്ചേ. ഇപ്പൊ അക്രൈസ്തവരായ ആൾക്കാര് കേസും കോടതിയും മഴക്കുമായിട്ട് നിർത്തി. അവർ പറഞ്ഞു നമുക്ക് ക്രിസ്ത്യാനികളുടെ കൂടെ പോയി പ്രാർത്ഥിക്കാം. അവര് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാ, ക്രിസ്ത്യാനികളാ, ദൈവമക്കളാ. അപ്പൊ ക്രിസ്ത്യാനി അല്ലാത്ത ഇതര മതസ്ഥൻ, ഇതര വിഭാഗത്തിൽപ്പെട്ട ആള് വർഷങ്ങളായിട്ട് കേസും കോടതിയും നടത്തി അവര് പരുവക്കേടായി. അവസാനം അവരൊരു തീരുമാനത്തിൽ വന്ന് നമുക്ക് ക്രിസ്ത്യാനികളുടെ കൂടെ പോയി പ്രാർത്ഥിക്കാം. ഇനി എന്റെ ശൈലി പറഞ്ഞാൽ പെന്തിക്കോസുകാരുടെ കൂടെ പോകാം. എന്നാൽ അവരിങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പം റോഡിൽ കടന്ന് വഴക്കുണ്ടാക്കുന്നു. ആരാ? ഓർത്തഡോക്സും യാക്കോബായും. മനസ്സിലാകുന്നുണ്ടോ? അവരതെല്ലാം നിർത്തി ഇങ്ങോട്ട് വന്നതാ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം IPCയും ചർച്ചോടും കൂടെ പാടില്ലെന്നായി പറഞ്ഞത്. യഹൂദന്മാര് വരെ മാതൃകയായിട്ട് ജീവിക്കേണ്ട നീ മന്ത്രവാദം ചെയ്താൽ മാതൃകയില്ലാത്തവന്റെ കാര്യം പറയണോ? യഹൂദന്മാര് വരെ മന്ത്രവാദി. മാത്രമല്ല, ഒന്നും രണ്ടും മന്ത്രവാദിയല്ല, അനേകം മന്ത്രവാദി ഉണ്ടെന്ന 19-ാം വാക്യം പെട്ടെന്ന് വായിച്ചേ. 19. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും, ആ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. അപ്പൊ ഒന്നല്ല, അനേകം ക്ഷുദ്രപ്രയോഗം ചെയ്യുക പലരും. ഇനി അടുത്തത് തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന്. അപ്പൊ പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികളാ. അപ്പൊ എഫെസോസുകാരോട് പറയുക, കർത്താവിലും ആമിനബലത്തിലും ശക്തിപ്പെടണം. പറയാൻ കാരണം മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിലാ സഭ തുടങ്ങിയത്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ജയിച്ചു കയറണമെങ്കിൽ, ബലപ്പെട്ടു പോകണമെങ്കിൽ സ്വയശക്തി കൊണ്ടോ കായബലം കൊണ്ടോ പല പൊളിറ്റിക്കൽ ബലം കൊണ്ടോ ഒന്നും രക്ഷപ്പെടുകയല്ലെന്ന്. ആത്മശക്തി ഏറ്റെടുക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോട് എനിക്കറിയിപ്പാനുള്ള ആത്മീക സന്ദേശം, നീ ആത്മാവിൽ ബലപ്പെടണം. പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ മന്ത്രവാദികളുടെ ഈറ്റില്ല ഒന്നും രണ്ടും മന്ത്രവാദിയല്ല, അനേകം മന്ത്രവാദി. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും പുസ്തകങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദികളാണ്, അല്ലാതെ ലൊട്ടിലൊടുക്കല്ല. മനസ്സിലായോ? ലൊട്ടിലൊടുക്ക് മന്ത്രവാദിയല്ലേ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രവാദത്തിൽ ബിരുദം പ്രാപിച്ചവരായി മന്ത്രവാദികൾ, അല്ലെ പുസ്തകം വെച്ച് പഠിച്ചതാ. ആ പുസ്തകം എല്ലാം കൂടെ കൊണ്ട് കത്തിച്ച് അതിന്റെ വില കണക്ക് കൂട്ടിയപ്പോ 50,000 വെള്ളിക്കാശ്. 50,000 വെള്ളിക്കാശ്. ഇന്നത്തെ 50,000 അല്ല, അന്നത്തെ 50,000 എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന മന്ത്രഗ്രന്ഥങ്ങൾ ഉള്ള മന്ത്രവാദികൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഉള്ള മന്ത്രവാദി. മനസ്സിലായോ? ഒന്ന് മന്ത്രവാദികളുടെ ഈറ്റില്ലം, രണ്ട് നിരവധി മന്ത്രവാദി, യഹൂദന്മാര് വരെ മന്ത്രവാദി, മാത്രമല്ല ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദി. ഇങ്ങനെയുള്ള മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമായി എഫെസോസ് പട്ടണം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഇവിടെ നിലനിൽക്കണമെങ്കിൽ ദൈവാത്മശക്തി പ്രാപിച്ചോണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഒരു സന്ദേശം അറിയിക്കാം. ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഉഴപ്പു ജീവിതം നയിക്കരുത്, അലസരായിട്ട് ജീവിക്കരുത്. ഉദാസനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന ഇരമ്യാവ് 48:10 വായിക്കുന്നത്. ആമേ ഭിനേകാസനെ പോലെ തീഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി ഏറ്റെടുത്ത് ആത്മാവിൽ ബലപ്പെടണം. ഇങ്ങനെ ആത്മാവിൽ ബലപ്പെട്ട് ഒരു ജീവിതം നയിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏതാനും സമയം കൊണ്ട് എന്റെ വാക്കുകൾ അങ്ങ് നിർത്താം. അപ്പോൾ എഫെസോസുകാരോട് ഇത് പറയാൻ കാര്യം, ഒന്ന് മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, രണ്ട് യഹൂദന്മാര് വരെ ഇവിടെ മന്ത്രവാദി, മൂന്ന് ഗ്രന്ഥം വെച്ച് പഠിച്ച സ്റ്റാൻഡേർഡ് ഉള്ള മന്ത്രവാദി. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവിൽ ബലപ്പെട്ടോണം. നാലാമത്തെ പോയിന്റ്, ഈ എഫെസോസുകാരോട് ആത്മാവിൽ ബലപ്പെടാൻ പറയാൻ കാര്യം, അർത്തമീസ് എന്ന ദേവിയുടെ വ്യാപാര ശക്തി കുടിയിരിക്കുന്ന സ്ഥലമായ എഫെസോസ്. ദ്യോവിൽ നിന്ന് വീണ ബിംബമെന്നും ഈ അർത്തമീസാണ് ഇവിടെ എല്ലാം ഭജിച്ചു പോരുന്നത്. അപ്പൊ അർത്തമീസിന്റെ വ്യാപാരവും അർത്തമീസിന്റെ വിഗ്രഹങ്ങളെ തീർക്കുന്ന വിഗ്രഹ സേവക്കാരും മാർക്കുന്ന സ്ഥലമാണ്. ദെമത്രിയോസ് എന്ന് പറഞ്ഞ ഒരു തട്ടാനുണ്ടായിരുന്നു. പൗലോസും ശീലാസും എല്ലാം ഇവിടെ ശുശ്രൂഷിച്ച് നന്നായി പ്രസംഗിച്ച് ശുശ്രൂഷിച്ചപ്പോൾ ഇവൻ ആൾക്കാരെ കലക്കി പ്രശ്നമുണ്ടാക്കി. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല, വചനം പഠിക്കുന്ന നിങ്ങൾക്കറിയാം. അങ്ങനെ ഈ വിഗ്രഹ സേവക്കാരാകുന്ന അർത്തമീസിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന തൊഴിൽ ലാഭമുണ്ടാക്കുന്ന ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ദൈവ പൈതൽ നിലനിൽക്കണമെങ്കിൽ ആത്മാവിന്റെ ബലമേറ്റെടുക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയാ, സ്വയശക്തി കൊണ്ട് ജയിക്കാനൊക്കത്തില്ല. കായബലം കൊണ്ട്, നമ്മുടെ കായബലം കൊണ്ടൊന്നും നടക്കത്തില്ല. പോക്കും വരവും കണ്ട ഇപ്പൊ നീ ഒരാളെ അടിച്ച് താടിയിടുവെന്ന ഒന്നും നടക്കുകയല്ല. പൊളിറ്റിക്കൽ ബലം, രാഷ്ട്രീയക്കാർ നല്ലതാണ്, അവര് ഭരിക്കട്ടെ, അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്യട്ടെ, നീ അതിന്റെ പുറകെ കിടന്ന് തൂങ്ങരുത്. സ്തോത്രം. ഇനി വേറെ
വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു രാജാവിന് നീതിയോടെ വ്യാഴും. അന്ന് മാത്രമേ സ്വസ്ഥതയും സമാധാനമായൊരു ഭരണം ഇവിടെ നടക്കൂ. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. ആകയാൽ ദൈവമക്കൾ ദൈവത്തിൽ ആശ്രയം വെക്കണം. അപ്പൊ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ, കായബലം കൊണ്ടോ, സാമുദായിക ബലം കൊണ്ടോ, സംഘടനാ പാഠവം കൊണ്ടോ, നിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ അവൻ ആത്മശക്തിയിൽ ബലപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ആത്മശക്തി ഏറ്റെടുക്കണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ഞാൻ ഓടിച്ച ഭാഗം വിടുകയാണ്. ഇത് പറഞ്ഞേച്ച് പൗലോസ് 3 കൊല്ലം എഫെസോസിൽ വേല ചെയ്തു. ഈ 3 കൊല്ലത്തെ വേല കഴിഞ്ഞ് എഫെസോസിൽ നിന്ന് പൗലോസ് പോവുക. എഫെസോസിൽ നിന്ന് പോകാൻ നേരത്ത് മൂപ്പന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി. അത് 2 കാര്യത്തോടെ പറഞ്ഞ് നിർത്താം. മൂപ്പന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി. ആ 17 വാക്യം വായിച്ച 20:17. മിലേത്തോസിൽ നിന്ന് ഞാൻ എഫെസോസിലേക്ക് ആളയച്ചു. മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അടുത്തത് അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും, അടുത്തത് വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ രാത്രി ഒരു ഉപദേശം കൂടെ സ്ഥാപിച്ചു പോകുക. കർത്താവിനെ സേവിക്കുന്നത് കഷ്ടമെല്ലാം തീർന്നിട്ടല്ല, പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടല്ല, പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ടല്ല യേശുവിനെ സേവിക്കുന്നത്. കഷ്ടങ്ങളോട് കൂടെയാ കർത്താവിനെ സേവിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചിട്ട് ദൈവത്തെ ആരാധിക്കാനൊക്കത്തില്ല. പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുമ്പോഴും നീ കർത്താവിനെ ഉണ്മയോടെ ആരാധിക്കണം. അവിടെ വായിക്കുന്ന കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. ഈ പുതിയ ഉപദേശക്കാര് പറയുന്നത് യേശുവിനെ അറിഞ്ഞാൽ മതി എല്ലാ കഷ്ടവും മാറുമെന്ന ശുദ്ധ തട്ടിപ്പാ. സ്തോത്രം. യേശു പഠിപ്പിച്ച ഉപദേശം ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നുണ്ട്. സ്തോത്രം. എങ്കിലും ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത എന്നുള്ളത് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അതൊരു കൃപാവരമാണെന്ന് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. വരമാണ്. ഈ വരം പ്രാപിച്ച ദൈവമക്കൾ ധൈര്യത്തോടെ നിന്നോണം. കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കുന്നില്ല. ഒരു ദൈവദാസൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. ഇന്ന് രാത്രി മുഖം നോക്കരുത്, ആള് നോക്കരുത്, പണം നോക്കരുത്, പ്രതാപം നോക്കരുത്, ഒന്നും നോക്കരുത്. നിന്നെ വിളിച്ച് ദൈവമാണ്. വിശ്വസ്തയോടെ കർത്താവിനെ ശുശ്രൂഷിക്കണം. അതെ, ഓടിച്ചവസാനിപ്പിക്കാം. പൗലോസ് എഫെസോസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ലീഡർ മൂപ്പന്മാരെ വിളിച്ചേച്ച് 2 കാര്യം, ഒരു ദൂത് പറഞ്ഞു. 2 കാര്യം ആ ദൂതിനകത്ത്. അല്ല, 29-ാം വാക്യം വായിച്ച, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഒന്നാമത്തെ പോരാട്ടം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഇടയിൽ കിടക്കെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരും. 2 പോരാട്ടം. ഒന്ന് വെളിയിൽ നിന്ന് വരും, 2 അടുത്തത് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നേക്കും. 2 പോരാട്ടം പൗലോസ് ഓർപ്പിച്ചു. ഒന്ന്, വെളിയിൽ നിന്നൊരു പോരാട്ടം വരും. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അത് സഹിക്കാം. 2-ാമത്തതാ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന്. 2-ാമത്തതാ ഭയാനകരം. ഏതാ? ദുരുപദേശക്കാരെഴുന്നേക്കുമെന്ന്. വളരെ ഭയത്തോടെ ദൈവമക്കൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. ഇത് വല്ലാത്ത കാലമാ. ദുരുപദേഷ്ടക്കന്മാർ ധാരാളം വർദ്ധിക്കും. ദൈവത്തിന്റെ വചനത്തെ കോട്ടി മാറ്റി മായം ചേർത്ത് കൂട്ടുചേർത്ത് പറയുന്ന ധാരാളം പേര് എഴുന്നേക്കുമെന്ന്. പൗലോസ് എഫെസോസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മൂപ്പന്മാരെ വിളിച്ചേച്ച് പറഞ്ഞു, 2 പ്രശ്നം ഈ സഭയിലുണ്ടാകും ഞാൻ പോയ ശേഷം. ഒന്ന്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്ത് കിടക്കും. 2, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും. ഈ പുറത്തുനിന്ന് വരുന്ന പോരാട്ടം നമുക്ക് സഹിക്കാം, അകത്തുള്ളതാ സഹിക്കാൻ മേലാത്ത. ഞാൻ മിക്കടത്തും പറയും, നിങ്ങൾക്കും അറിയാം, അയലത്തുകാരെ നമ്മളെ തെറി പറയാ, കണ്ണ് പൊട്ടുന്ന തെറി പറഞ്ഞാൽ നമുക്ക് കതകും ജനലും എല്ലാം അടച്ച് വെന്റിലേഷൻ തെർമോക്കോളറും വെച്ച് ഒട്ടിച്ച് മുറിയെല്ലാം പൂട്ടിച്ച് അകത്തിരുന്ന് സ്തോത്രം പറയാം. അവൻ അപ്പുറത്ത് വീട്ടിൽ ഇരുന്ന് ആ തെറി പറയുന്നത് നമുക്ക് രക്ഷപ്പെടാം. എന്നാൽ പെരയ്ക്കകത്തുള്ളവൻ തെറി പറഞ്ഞാലോ എന്നാ ചെയ്യും? അവൻ സെറ്റിയിലിരുന്ന് കണ്ണ് പൊട്ടുന്ന 4 ഡാഷ്. അർദ്ധരാത്രി കറണ്ടും പോയി, നമ്മൾ അങ്ങോട്ട് പോകും. കേക്ക് അല്ലാതെ ഒരു മാർഗവും ഇല്ല. വളരെ സൂക്ഷിച്ചോണം. ഒന്നുകൂടി ഉദാഹരണം പറഞ്ഞാൽ, ഒരു അക്രൈസ്തവനോ സുവിശേഷ വിരോധിയോ
അല്ലെങ്കിൽ സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരാള് നമ്മളെ തല്ലാൻ വരിക അല്ലെ ഉപദ്രവിക്കാൻ വന്ന എന്റെ ഭാഷ പറഞ്ഞ അവനെ പ്രാർത്ഥിച്ചൊതുക്കാം. ഒതുക്കിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചൊതുക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവനെ ഒതുക്കാം. എത്രയോ സ്ഥലത്ത് ഒതുങ്ങി. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. ടി ജി ഉമ്മച്ചൻ അവർ ഭക്തൻകുട്ടിയച്ഛനും ടി ജി ഉമ്മച്ചനും ഒക്കെ കല്ലിശ്ശേരി വേല ചെയ്യുന്ന കാലത്ത് എൻ്റെ അറിവിൽപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അവിടെ സുവിശേഷ വേല ചെയ്ത് രാത്രി വരുന്ന സമയത്ത് ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ആളാ ഈ 3 പത്തിച്ചിറ യോനാച്ചനും ഭക്തൻകുട്ടിയപ്പച്ചനും ടി ജി ഉമ്മച്ചൻ അവർകളെ നടുറോഡിലിട്ട് തല്ലി. ആദ്യത്തെ അടിക്ക് ഭക്തൻകുട്ടിയപ്പച്ചനും താഴെ പോയി, പത്തിച്ചിറ യോനാച്ചനും താഴെ പോയി. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ടി ജി ഉമ്മച്ചനപ്പച്ചനെ കണ്ടിട്ടുള്ളവർക്കറിയാം. നല്ല ആചാര കണ്ടിട്ടുണ്ട്, നല്ല എളുപ്പമാ. അപ്പം പറഞ്ഞുള്ള അറിവാ. ഈ നായരെ ഈ അപ്പച്ചനെ ഇടിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ നിന്നു, ശ്വാസം പിടിച്ചു. ഇടിച്ചവൻ കുഴഞ്ഞു. പുള്ളിക്കൊരു കുഴപ്പമുണ്ട്. അവസാനം ഇടിച്ച് ലാസ്റ്റ് ഇടി കൊടുത്തിട്ട് കൈ താക്കാൻ മേല ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നായര് കൈ ഇങ്ങനെ വെച്ചോണ്ടാ വീട്ടിലോട്ട് പോയത്. ഇത് നടന്ന കാര്യമാണ്. കൈ താഴുന്നില്ല. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഭാര്യ ദൈവഭയമുള്ളൊരു സ്ഥലം. രാത്രി ഇദ്ദേഹം കൈ ഇങ്ങനായിട്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, ആ ഉപദേശി എവിടാന്ന് ചോദിച്ച് കണ്ടുപിടിച്ചേച്ച് രാത്രി പോയി ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അങ്ങോട്ട് പുള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. അന്ന് രാത്രി ഈ ദൈവദാസന്മാർ വിശ്രമിച്ചത് ചെട്ടിപ്പറമ്പിലെ കൊച്ചുകുട്ടിച്ചായന്റെ വീട്ടിലാണ്. നമ്മൾ അടൂർ പോയ മേരിക്കൊച്ചമ്മയുടെ വീട്ടില് അപ്പച്ചനുള്ള കാലം. രാത്രി വന്ന് കഥകെ മുട്ടി. അർദ്ധരാത്രി. അപ്പൊ ഇവര് ചൂടുമൊക്കെ വെച്ച കിഴിയൊക്കെ കുത്തുക. പിന്നെയും പ്രശ്നമാണ്. കഥക് തുറന്നപ്പോ ഈ നായരിങ്ങനെ നിൽക്കുക. അർദ്ധരാത്രിക്ക്. എന്നാന്ന് ചോദിച്ചു. കൈ താക്കാൻ മേല, ഉപദേശിയോട് പറയാൻ പ്രാർത്ഥിക്കാൻ. ഉമ്മച്ചനപ്പച്ചൻ ഇറങ്ങിച്ചെന്നാ കാര്യം ചോദിച്ചു, ക്ഷമ പറഞ്ഞു. ഞങ്ങളത് അന്നേരം വിട്ട് കളഞ്ഞല്ലോ. പിന്നെ സുവിശേഷവും പറഞ്ഞു. തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്നേരം കയ്യും താന്നു. മനസ്സിലായോ? അങ്ങനെ എത്രയെത്ര, ഞാൻ ഒരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. അപ്പം വെളിയിൽ നിന്ന് ഒരുത്തൻ ഇടിക്കാനോ തല്ലാനോ വന്നാൽ അവനെ പ്രാർത്ഥിച്ചൊതുക്കും. പെന്തിക്കോസുകാരൻ തല്ലാൻ വന്നാലോ എന്നാ പ്രാർത്ഥന? നമ്മള് പ്രാർത്ഥിച്ചൊതുക്കും. അവൻ മറുഭാഷ പറഞ്ഞാ ഇടിക്കുന്നത്. എങ്ങനെ ഒതുക്കാൻ? അവൻ ആത്മാവിലാ നമുക്കിട്ട് താങ്ങുന്നത്. അപ്പൊ പിന്നെ ചെയ്യേണ്ട മാർഗം തല്ലുകൊള്ളാതെ എതിലേലും ഇടവഴി കയറി പോവുക. അപ്പൊ ശ്രദ്ധിക്കുക, അകത്ത പോരാട്ടമാ ഭയാനകം, ദുരുപദേശം. അപ്പോൾ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് എഴുന്നേൽക്കും. ഞാൻ വേഗത്ത് നിർത്താം. ഇത് പറഞ്ഞേച്ച് പൗലോസ് എഫെസോസ് വിട്ടുപോയി. 1 കൊല്ലം തികയുന്നതിന് മുമ്പ് സഭയ്ക്കകത്ത് ദുരുപദേശക്കന്മാർ എഴുന്നേറ്റു. എഴുന്നേറ്റുകാരാ 2 വാക്യം വായിച്ചേ. അവരുടെ പേരെഴുതിയിട്ടുണ്ട്. തിമത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ആരായി സഭയ്ക്കകത്ത് എഴുന്നേറ്റത്? 1:19 വായിച്ചേ. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസക്കപ്പിൽ തകർന്നു പോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ അവർ സത്യം വിട്ട് അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ അവർ 2 പേരെഴുന്നേറ്റു. ഹുമനയോസും അലക്സാണ്ടറും. പൗലോസ് പറഞ്ഞു 1 കൊല്ലം ഇവരാരും ശ്രദ്ധിച്ചില്ല. 2 പേരെഴുന്നേറ്റു. ഇവരെഴുന്നേറ്റ് ദുരുപദേശം പഠിപ്പിച്ചു. എന്തുവായി ഇവർ പഠിപ്പിച്ചു? ദുരുപദേശം. തിമത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യം വായിച്ച് അവര് പഠിപ്പിച്ച ദുരുപദേശം. വിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. പിന്നെ അവരുടെ വ്യാധി പോലെ ഈ ദുരുപദേശത്തിന്റെ ഭയാനകത ക്യാൻസർ വരുന്നത് പോലെ. അതുകൊണ്ടാണ് ഞാൻ മിക്കയിടത്തും പറയും, ദുരുപദേശം പറയുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്നവരെ സ്റ്റേജെ പോലും കയറ്റരുത്. എന്നാലും നമ്മൾ അവരെ വിളിച്ച് 3 ദിവസം യോഗം, അവരുടെ ശിങ്കിടികളും. ഇത് ക്യാൻസറാ. നിന്നെയും കൊണ്ടേ ഇത് പോകൂ. അതാ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അപഗതി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അടുത്തത് ഹുമനയോസും അവരുടെ കൂട്ടത്തിലുള്ളവരാ അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന്. ഇതാ ദുരുപദേശം. ഇങ്ങനെ ദുരുപദേശക്കാർ വർദ്ധിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ആവശ്യം ആത്മാവിന്റെ അമിത ബലമാണ്.
ഇന്ന് രാത്രി ആമ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആമൻ മന്ത്രവാദികളുടെ ഈറ്റില്ലമാ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. അർത്തമീസിന്റെ വ്യാപാരമുള്ള സ്ഥലമാ നിലനിൽക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാ. ദുരുപദേശം വർദ്ധിച്ചു വരുന്ന കാലമാ നിലനിൽക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാ. ഇന്ന് രാത്രി എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ആമൻ സമർപ്പണത്തോട് ഇന്ന് രാത്രി തിരിച്ചു പോകാം. ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിന്റെ അമിത ബലം എന്റെ മൺകൂടാരങ്ങളിൽ പകരണം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പനങ്ങൾ, വിചാരങ്ങൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുവരുന്ന സകല ഉയർച്ചകളെ, വിചാരങ്ങളെ പിടിച്ചടക്കി ആത്മാവിൽ ശക്തിപ്പെടുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും സമർപ്പിക്കാം. ആമൻ ഒടുവിലായിട്ട് പറയട്ടെ, ആമൻ നമ്മുടെ പാപത്തെ മോചിച്ച് രോഗത്തെ സൗഖ്യമാക്കി നമ്മെ രക്ഷിച്ച കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്കാം. ആമൻ മന്ത്രവാദത്തിന്റെ ശക്തികളെ ജയിക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. അർത്തമീസിന്റെ വ്യാപാര ശക്തികളെ ജയിക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. ഗുരുപദേശത്തിനെതിരെ നിലനിൽക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിക്കാം.